നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കാം. 147 സങ്കീർത്തനം 10-11 തിരുവചന പ്രകാരം നമ്മൾ വായിക്കുന്നു. പടക്കുതിരയുടെ ബലത്തിൽ അവിടുന്ന് സന്തോഷിക്കുന്നില്ല, ഓട്ടക്കാരൻ്റെ ശീഘ്രതയിൽ അവിടുന്ന് പ്രസാദിക്കുന്നില്ല. തന്നെ ഭയപ്പെടുകയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിലാണ് കർത്താവ് പ്രസാദിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു വചനം നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. തൻ്റെ കരുണയിൽ ആശ്രയിക്കുകയും പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ മാത്രമാണ് കർത്താവ് സന്തോഷിക്കുന്നുള്ളൂ. നമ്മുടെ ഓട്ടം, നമ്മളുടെ ജീവിതം, നമ്മളായിരിക്കുന്ന അവസ്ഥകൾ, നമ്മുടെ ഭക്തി, നമ്മുടെ ഭക്താഭ്യാസങ്ങൾ, ഇതെല്ലാം ഓട്ടക്കാരനും പടക്കുതിരകളുമാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഇതിലൊന്നുമല്ല കർത്താവ് നമ്മളിലൊരു മികവുറ്റവരായിട്ട് കർത്താവ് നമ്മളെ കാണുന്നത് ഇതിലൊന്നിലുമല്ല. മറിച്ച് അവൻ്റെ കരുണയിൽ ഞാൻ ആശ്രയിക്കണമെങ്കിൽ അവൻ്റെ കരുണയ്ക്ക് എനിക്ക് അർഹതയുള്ളൂ എന്ന് ഞാൻ എന്നെ തന്നെ തരം താഴ്ത്തുമ്പോഴേ കർത്താവിൻ്റെ കരുണയിൽ ഞാൻ ആശ്രയിക്കത്തുള്ളൂ. അതല്ലെങ്കിൽ എൻ്റെ ഓട്ടത്തിൻ്റെ വേഗത കൊണ്ട് എനിക്ക് ഇത്രയും ഈ ഒരു സമ്മാനം എനിക്ക് കിട്ടിയേ പറ്റൂ എന്ന് ചിന്തിക്കാനേ നമുക്ക് പറ്റുകയുള്ളൂ. പക്ഷേ ഈശോ പറയുന്നു, കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്ന മക്കൾ, കർത്താവിൻ്റെ കരുണയിൽ ആയിരിക്കുന്ന മക്കളിലാണ്, കർത്താവിൻ്റെ കരുണയെ തേടുന്ന മക്കളെയാണ് കർത്താവ് ഉറ്റുനോക്കുന്നത്. കർത്താവിൻ്റെ കരുണയെ തേടണമെങ്കിൽ അത്രത്തോളം സ്പിരിച്വലി ഞാൻ തരം താഴണം, അത്രത്തോളം ആത്മാവിൽ ഞാൻ ഒന്നുമല്ല ഈശോയെ എന്ന് പറയുന്നവർക്ക് മാത്രമേ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയത്വം വയ്ക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലാത്തതെല്ലാം നമ്മൾക്ക് എനിക്കത് അർഹതയുള്ളതാണെന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ എവിടെയെങ്ങാനും വന്നു പോയിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെ ജീവിതം അതോടുകൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ മാറ്റം വരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, ആശ്രയത്വം വയ്ക്കേണ്ടത് കർത്താവിൻ്റെ കരുണയിൽ മാത്രമാണ്. കർത്താവിൽ ആശ്രയത്വം വയ്ക്കുന്നതും കർത്താവിൻ്റെ കരുണയിൽ ആശ്രയത്വം വയ്ക്കുന്നതും രണ്ടും രണ്ട് തലമാണ്. കർത്താവിൽ ആശ്രയത്വം വയ്ക്കുമ്പോൾ കർത്താവിൽ ആശ്രയത്വം വയ്ക്കാനുള്ള യോഗ്യത എന്നിൽ ഞാൻ നോക്കുക. എൻ്റെ യോഗ്യതയുണ്ട്, എൻ്റെ ദൈവത്തിൽ ഞാൻ ആശ്രയത്വം വയ്ക്കാൻ എൻ്റെ യോഗ്യത. അതാണ് പാപിനിയായ സ്ത്രീ ഒരക്ഷരം പോലും സംസാരിച്ചില്ല. അവൾ ആശ്രയത്വം വെച്ചത് കർത്താവിൻ്റെ കാൽച്ചുവട്ടിലാണ്. ബാക്കി ഫരിസേയരും നിയമജ്ഞരും മറ്റെല്ലാവരും കർത്താവിനോട് ഒപ്പത്തിനൊപ്പം നിന്ന് അവനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ കർത്താവിൻ്റെ കാൽച്ചുവട്ടിലാണ് അവൾ ആശ്രയത്വം വയ്ക്കുന്നത്. ഇത് കർത്താവിൽ ആശ്രയത്വം വയ്ക്കുന്നതിനേക്കാൾ കർത്താവ് ഇഷ്ടപ്പെടുന്നതാണ് കർത്താവിൻ്റെ കരുണയിൽ ആശ്രയത്വം വയ്ക്കുന്നത്. ആശ്രയത്വം കരുണയിൽ വയ്ക്കണം. പ്രിയപ്പെട്ടവരെ, കർത്താവിൽ ആശ്രയത്വം വയ്ക്കുന്നത് തെറ്റ് എന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് നമ്മൾ അതിനേക്കാൾ ഞാൻ അയോഗ്യനാണ്, അതിനുപോലുമുള്ള അർഹത എന്നിലില്ല എൻ്റെ ദൈവമേ എന്ന് എന്നെ തന്നെ വില കുറച്ച് കണ്ട് ഞാൻ ഏറ്റുപറയുന്നതാണ് കർത്താവിൻ്റെ കരുണയിൽ ആശ്രയത്വം വയ്ക്കുന്നത്. കരുണയിൽ ആശ്രയത്വം വയ്ക്കുന്ന വ്യക്തിയെ കർത്താവ് ഒരിക്കലും കൈവിടുകയില്ല. കർത്താവിൻ്റെ കരതാരിനുള്ളിൽ ആ വ്യക്തി എപ്പോഴും സുരക്ഷിതനായിരിക്കും. ഒരിക്കലും ഒരു തരത്തിലുള്ള ഉപദ്രവവും ആ വ്യക്തിക്ക് വരികയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേലുണ്ടെങ്കിൽ നമ്മളിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ സകല കെട്ടുകളും ക്രിസ്തുവിൻ്റെ മുൻപിൽ മുട്ടുമടക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേലുണ്ടെങ്കിൽ. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ കടന്നു വരണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യേണ്ടതാണ് കരുണയിൽ ആശ്രയത്വം വയ്ക്കണം. കർത്താവിൻ്റെ കരുണയെ തേടുന്നവരിലേക്ക് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുമെന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും.
കാരണം കർത്താവിൻ്റെ കരുണയിൽ നമ്മൾ ആശ്രയിച്ചിട്ടുണ്ടോ? ഈ കരുണയിൽ ആശ്രയിച്ച വ്യക്തികൾ ഒരിക്കലും നശിച്ചിട്ടില്ല, നശിച്ചു പോയിട്ടില്ല, നശിക്കുകയുമില്ല. ആ കരുണ എന്നേക്കും സ്ഥായിയായിട്ട് നിലകൊള്ളുന്നതാണ്. നമ്മൾക്ക് ഏത് അവസരത്തിലും ഏത് അയോഗ്യതയിലും ഒരുപോലെ ആശ്രയിക്കാവുന്നതാണ് കർത്താവിൻ്റെ കരുണയിൽ. ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 18-ാം അധ്യായം നിങ്ങളെടുത്തേ. ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 18-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ. തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. 2 പേർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് പോയി. ഒരാൾ ഫരിസേയനും മറ്റൊരാൾ ചുങ്കക്കാരനും. ഫരിസേയൻ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു. ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു. ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവൻ ആ ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. എന്തെന്നാൽ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയ. ഇതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ സങ്കീർത്തനം 147-ന്റെ 10 പറഞ്ഞത്. അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന രീതിയിലുള്ള വ്യത്യാസം. നമുക്കറിയാം, നമ്മളിൽ ആന്തരിക മുറിവുണ്ട്. ഞാൻ പറഞ്ഞു, ആന്തരിക മുറിവുണ്ടെങ്കിൽ ആന്തരിക മുറിവിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു പാപവും നമ്മളിലുണ്ട്. ആന്തരിക മുറിവിന് വ്യക്തിത്വമില്ല. ആ വ്യക്തിത്വം ഉണ്ടാക്കാൻ ആന്തരിക മുറിവിനോട് ചേർക്കപ്പെടുന്ന, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാപത്തിൻ്റെ മേഖല നമ്മളിലുണ്ട്. അപ്പോൾ ഈ പാപം നമ്മളിൽ നിരന്തരം നിലനിൽക്കുന്നുണ്ട്. ഈ ആന്തരിക മുറിവ് നിലനിൽക്കുന്നിടത്തോളം കാലം തന്നെ ഈ പാപവും നമ്മളിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയും, ആന്തരിക മുറിവ് മൂലം ഈ പാപം ഞാൻ ചെയ്യുന്നു എന്നാണ്. നമ്മൾ ഒരു ഏച്ചുകെട്ടാണ് നമ്മളങ്ങനെ ആക്കി വെച്ചിരിക്കുക. ആന്തരിക മുറിവുള്ളത് കൊണ്ട് ഞാൻ ഈ പാപത്തിന് അഡിക്റ്റഡ് ആണെന്ന് പറഞ്ഞ് നമ്മളെ തന്നെ നീതീകരിക്കാനാണ് നമ്മൾ അവിടെ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ ആന്തരിക മുറിവിന് ആവശ്യമായിട്ടുള്ള വളം നൽകുന്ന പാപമാണിത്. അപ്പോൾ ഈ പാപത്തിൽ നിന്ന് പുറത്തു വരാൻ ഞാൻ ശ്രമിക്കുമ്പോൾ ആന്തരിക മുറിവ് ഓട്ടോമാറ്റിക്കലി എന്നിൽ നിന്ന് പുറത്താക്കപ്പെടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യണമെന്നില്ല. ആ പാപത്തിൽ നിന്ന് പുറത്തു വരാനായിട്ട് എൻ്റെ ഒരു ശ്രമം ഞാൻ നടത്തിയാൽ അവിടെ ആ ആന്തരിക മുറിവ് സൗഖ്യം പ്രാപിക്കും, പ്രിയപ്പെട്ടവരെ. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തെയോ ആത്മശരീരങ്ങളെയോ നമ്മൾ വിട്ടുകൊടുക്കാതെ ഈ പാപത്തിൽ തുടരുന്നിടത്താണ് കർത്താവ് ഈ ഒരു ഉപമ നമുക്ക് തരുന്നത്. അതായത് 2 പേര് പ്രാർത്ഥിക്കാൻ പോയപ്പോൾ 2 മനോഭാവത്തോടുകൂടെ പ്രാർത്ഥിച്ചതിൻ്റെ ഒരു വിവരണം ഈശോ അവിടെ തരുന്നുണ്ട്. ചുങ്കക്കാരനും ഫരിസേയനും. അവിടെ ചുങ്കക്കാരൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൂരെ നിന്ന്. ഇത് തന്നെയാണ് സങ്കീർത്തനത്തിൽ 147-10 നമ്മൾ വായിച്ചതും. പാപിനിയായ സ്ത്രീ കർത്താവിൻ്റെ അടുത്ത് ചെന്ന് നിന്നതും ഇതേ പ്രാർത്ഥനയുടെ മറ്റൊരു വേർഷനാണ്. അപ്പോൾ ഈ പാപിനിയായ സ്ത്രീ കർത്താവിൻ്റെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കാനുള്ള യോഗ്യത പോലും ഇല്ലാതിരുന്നിട്ടും അവളിലുള്ള പാപത്തെ, അതായത് അവളിലുള്ള അയോഗ്യതയെ അവൾ കർത്താവിന് വേണ്ടി ആരാധനയായിട്ട് സമർപ്പിച്ചപ്പോൾ ഈശോയ്ക്ക് അതൊത്തിരി പ്രീതികരമായിട്ട് തോന്നി എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ സ്വീകരിക്കേണ്ട മനോഭാവം. ആന്തരിക സൗഖ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്വീകരിക്കേണ്ട മനോഭാവം, എൻ്റെ അയോഗ്യതകൾ ആരാധനകളാക്കണം. എന്നിലുള്ള അയോഗ്യതകളും ദൈവം എന്നെ തന്നോട് ചേരാൻ പറ്റാത്ത വിധം ഞാൻ പാപിയാണെന്ന് ദൈവം എന്നെക്കുറിച്ച് മുദ്രയിട്ട് വെച്ചിരിക്കുന്നത് എന്താണോ അതിനെ ഞാൻ ആരാധനകളായിട്ട് ദൈവത്തിന് സമർപ്പിക്കണം. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് കുറ്റപ്പെടുത്തുന്നുവോ അത് ആരാധനകളായിട്ട് സമർപ്പിക്കണം. മറ്റുള്ളവർ പറയും, നിൻ്റെ സ്വഭാവം മാറ്റണം, നിൻ്റെ ഈ സ്വഭാവം മാറ്റണം, നിൻ്റെ ഇങ്ങനത്തെ ഈ ഒരു നിലപാട് ശരിയല്ല, നീ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് ഒന്നിൽ കൂടുതൽ പേർ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ആ കാര്യം മാറ്റണമെന്ന് തന്നെയുള്ളതാണ്. ഒരു ഡൗട്ടുമില്ല. ഒന്നിൽ കൂടുതൽ പേർ നിങ്ങളെ തിരുത്താൻ ശ്രമിച്ചിട്ടുള്ള കാര്യം നിങ്ങൾ മാറ്റണം. അത് ക്രിസ്തുവിൻ്റെ സ്വരമായിട്ട് നിങ്ങൾ ശ്രവിച്ചേ പറ്റുള്ളൂ. ഒരാൾ ചിലപ്പോൾ നിങ്ങൾ നിരന്തരം ഇറിറ്റേറ്റ് ചെയ്യിക്കും. പക്ഷേ ഒന്നിലധികം പേര് നിങ്ങളോട് ഒരേ കാര്യം തന്നെ ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മാറ്റിയേ പറ്റൂ. അങ്ങനെ മാറ്റേണ്ടത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റാത്ത മേഖലകളെല്ലാം നിങ്ങൾ ആരാധനകളായി ത്രിയേക ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ഈ ആരാധനകളിലൂടെ അതിന് കാരണമായിട്ടുള്ള അതിൻ്റെ ഒറിജിൻ എവിടെ നിന്നാണോ ഇതിൻ്റെ തുടക്കം, ആ തുടക്കത്തെ കർത്താവിന് ബന്ധിക്കാൻ പറ്റും. എവിടെ നിന്ന് ഇത് ആരംഭിച്ചുവോ ആ ആരംഭിച്ച അവസ്ഥകളെ ബന്ധിക്കാൻ
കർത്താവായ യേശു ക്രിസ്തുവിന് നമ്മുടെ അയോഗ്യതകൾ മതി പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ അയോഗ്യതകൾ ദൈവത്തിൻ്റെ മുമ്പിൽ വിലകെട്ടതല്ല, വിലയുള്ളതാണ്. ചില അയോഗ്യതകൾ നമ്മൾ ചിന്തിക്കും, കർത്താവിൻ്റെ മുമ്പിൽ ചെന്നാൽ ഞാൻ ഇത്ര അഴുക്കാണ്, ഞാൻ ഇത്രയും മോശമാണ്, എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, ഞാൻ പാപത്തിലാണ്, എൻ്റെ മനസ്സിൽ ഇത്രയും ദുഷ്ടതയുണ്ട്, എനിക്ക് ഇത്രയും വെറുപ്പുണ്ട്, എനിക്ക് ചെല്ലാൻ യോഗ്യതയില്ല. ഇത്രയും പറഞ്ഞ് ഞാൻ ദൈവത്തിൽ നിന്ന് അകലുന്നതിനേക്കാൾ ഇത്രയും വലിയ സമ്പത്തും കൊണ്ട് കർത്താവിൻ്റെ അടുത്തേക്ക് പോയാൽ ഇതിനെ ദൈവം ആത്മീയ സമ്പത്താക്കി നിനക്ക് മാറ്റിത്തരും. നിന്നിലുള്ള ഭൗതിക സമ്പത്തിനെ, അതായത് നമ്മളിലുള്ള വെറുപ്പ്, വിദ്വേഷം, മറ്റ് മേഖലകളിലുള്ള ഏതെല്ലാം സമ്പത്ത് ഭൗതികതയിൽ നമുക്കുണ്ടോ അതിനെ ദൈവം കൺവേർട്ട് ചെയ്ത് ആത്മീയ സമ്പത്തിലേക്ക് അതിനെ കർത്താവ് പരുവപ്പെടുത്തി നിനക്ക് തരുന്നതാണ്. നിന്റെ അയോഗ്യതകൾ കണ്ണുനീരായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അയോഗ്യതകൾക്ക് വിലയുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മിലുള്ള കുറവുകൾക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ വലിയ വിലയുണ്ട്. ആ കുറവുകൾ സമർപ്പിച്ചാൽ നിന്നെ ഒരു വിശുദ്ധനോ വിശുദ്ധയോ ആക്കാൻ കർത്താവിന് തടസ്സമില്ല. കാരണം ഇത് തന്നെയാണ് നല്ല കള്ളം ചെയ്തത്, ഇത് തന്നെയാണ് പാപിനിയായ സ്ത്രീ, ഇത് തന്നെയാണ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടത്. ഇവിടെ എല്ലാ മേഖലകളിലും സീറോ ഫിനീഷ്യൻ സ്ത്രീയോട് കർത്താവ് പറഞ്ഞത് ഇത് തന്നെയാണ്. ഇങ്ങനെയെല്ലാം നിങ്ങൾ എടുത്തു നോക്കിക്കോ പ്രിയപ്പെട്ടവരെ. അയോഗ്യതകളുടെ മേലാണ് കർത്താവിൻ്റെ ശക്തി. 4 സുവിശേഷങ്ങൾ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. എല്ലാം വന്നിറങ്ങിയത് അയോഗ്യതകളുടെ മേലാണ്. 4 സുവിശേഷങ്ങളിലും അയോഗ്യതകളാണ് അവിടെ കർത്താവ് യോഗ്യതകളാക്കി മാറ്റാൻ കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ അയോഗ്യതകൾ ഓട്ടോമാറ്റിക്കലി അത് യോഗ്യതകളായിട്ട് മാറ്റപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഒരു ശക്തി എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നല്ല. ദൈവത്തിൽ നിന്ന് പാപത്തിൻ്റെ പേര് പറഞ്ഞോ, എൻ്റെ കുറവിൻ്റെ പേര് പറഞ്ഞോ, എന്താണോ നിങ്ങളെ പുറകോട്ട് വലിക്കുന്നത് ആ ശക്തി ഒരിക്കലും ദൈവത്തിൽ നിന്നല്ല. നിങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കാതിരിക്കാനുള്ള സാധാരണ തന്ത്രമാണ്. ഒരിക്കലും നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് ഓർത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ മനസ്സ് മടുത്തിരിക്കരുത്. അത് ഈശോ ആഗ്രഹിക്കുന്നതല്ല. കണ്ണുനീരോടുകൂടെ ആ കഴിഞ്ഞകാല പാപങ്ങളെ കർത്താവിൻ്റെ കാൽച്ചുവട്ടിൽ സമർപ്പിക്കാവുന്നതാണ്. കണ്ണുനീരോടെ സമർപ്പിക്കുന്ന പാപങ്ങൾ കർത്താവ് അത് എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല, അത് കൺവേർട്ട് ചെയ്യപ്പെടും. നമ്മളിൽ നിന്നത് രൂപമാറ്റം വരുന്നൊരവസ്ഥയുണ്ട്. അതിനെ കൃപകളാക്കി മാറ്റുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ശക്തിയുണ്ട്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ മറ്റൊന്നാണ് നമ്മുടെ ഉള്ളിലുള്ള വെറുപ്പിൻ്റെ അസ്വസ്ഥതകൾ. നമ്മുടെ ഉള്ളിൽ വെറുപ്പ് എന്ന് പറയുന്നൊരു മേഖല ഉണ്ടെങ്കിൽ ഇതിന് പല വേർഷനുണ്ട്. അതിലൊന്നാണ് ആന്തരിക മുറിവ്. ആന്തരിക മുറിവ് മൂലം ചില വ്യക്തികൾക്ക് എല്ലാവരോടും വെറുപ്പായിരിക്കും. അവരാഗ്രഹിക്കാത്ത രീതിയിൽ അവരോട് ആരെങ്കിലും പെരുമാറിയാൽ അവരോടെല്ലാം വെറുപ്പ്. ഇവരാഗ്രഹിക്കാത്ത മറുപടി മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയാൽ അവരോട് വെറുപ്പ്. ഇങ്ങനെ ആന്തരിക മുറിവ് കൊടുക്കുന്ന വെറുപ്പിൻ്റെ മേഖലയുണ്ട്. ആ വ്യക്തികൾ ഒന്നിനോടും പൊരുത്തപ്പെടുകയില്ല. അഹങ്കാരത്തിൻ്റെ മൂർത്തിഭാവങ്ങളായിരിക്കും ഇത്തരക്കാർ. അവരെല്ലാത്തിലും അഹങ്കരിക്കും, സ്വന്തം കഴിവിൽ അഹങ്കരിക്കും. കാരണം ആന്തരിക മുറിവ് ഉള്ള വ്യക്തിയെ സംബന്ധിച്ച് അഹങ്കാരത്തിൻ്റെ മേഖല കൂടുതലായിരിക്കും. കാരണം ആന്തരിക മുറിവ് എന്ന് പറയുന്ന കുറവ് ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ ആ വ്യക്തി തന്നെ നീതീകരിക്കാൻ ഉപയോഗിക്കുന്ന, സാത്താൻ കൊടുക്കുന്നൊരു ഘടകമാണ് മൂലപാപങ്ങളിൽ ഒന്നായ അഹങ്കാരം. അഹങ്കരിച്ചേ അവർ സംസാരിക്കുകയുള്ളൂ. അവർ ചെയ്യുന്നതൊന്നും മറ്റാർക്കും ചെയ്യാൻ പറ്റില്ല. അവർ സഹിച്ച സഹനമായിരിക്കും ഏറ്റവും വലുത്, അവരുടെ പ്രാർത്ഥനയായിരിക്കും ഏറ്റവും നല്ലത്, അവർ ചെയ്തതായിരിക്കും ഏറ്റവും സൂപ്പർ. ഈ ഒരു മനോഭാവമായിരിക്കും അവരിലുള്ളത്. ഇതിന് കാരണം അവരിലുള്ള ആന്തരിക മുറിവാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ, ഒന്ന് സമ്മതിച്ചു കൊടുത്താൽ ആ പ്രശ്നം അവിടെ സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മളൊന്ന് വിട്ടുകൊടുത്താൽ ആ പ്രശ്നം അവിടെ സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ മേഖല ഹീൽ ചെയ്യപ്പെടണമെങ്കിൽ ആ വ്യക്തിയുടെ ആന്തരിക മുറിവിന് കാരണമായിട്ടുള്ള കഴിഞ്ഞ കാലഘട്ടത്തിലേക്ക് ആ കുടുംബത്തിലുള്ള ആരെങ്കിലും ഒന്ന് സഞ്ചരിച്ചാൽ മതി. ഇത് സോൾവ് ചെയ്യാൻ പറ്റും പ്രിയപ്പെട്ടവരെ. എവിടെ നിന്ന് തുടങ്ങി, എത്ര വയസ്സിൽ തുടങ്ങി എന്നുള്ളതിൽ നിന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇതിനെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. ചില ആന്തരിക മുറിവുകൾ മറഞ്ഞു കിടക്കുന്ന അവസ്ഥകളായിട്ട് ശരീരത്തിൽ കിടക്കും. മറഞ്ഞു കിടക്കുന്ന രോഗങ്ങളായിട്ട് ശരീരത്തിൽ കിടക്കും. മറഞ്ഞു കിടക്കുന്ന രോഗങ്ങളായിട്ട് ശരീരത്തിൽ ചില ആന്തരിക മുറിവുകൾ കിടക്കും. നമുക്കത് തിരുത്താൻ പറ്റില്ല. അതിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അകാരണ രോഗമായിട്ട് ശരീരം എപ്പോഴും രോഗാവസ്ഥകൾ കാണിക്കും. എന്നാൽ പ്രകടമായിട്ട് ആ രോഗത്തെ കണ്ടുപിടിക്കാൻ, ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ രോഗമായിട്ട് ശരീരത്തിനകത്ത് കിടക്കുന്ന ചില ആന്തരിക മുറിവിൻ്റെ മറ്റൊരു വശങ്ങളുണ്ട്.
അപ്പം അങ്ങനെയുള്ളതിൽ നമ്മൾ ഈ ആന്തരിക മുറിവിനേക്കാൾ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന രോഗത്തിൻ്റെ മറ്റൊരു തലമാണ് പാരമ്പര്യമായിട്ട് കിട്ടുന്ന രോഗത്തിൻ്റെ മേഖലകൾ. അതായത് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, തൈറോയ്ഡ് പോലുള്ള പാരമ്പര്യ അവസ്ഥയിൽ നമ്മളിലേക്ക് കടന്നു വരുന്ന രോഗത്തിൻ്റെ മേഖലകളിലെല്ലാം ഇത്തരത്തിലുള്ള ഒരു കെട്ടുകൾ, തലമുറയിൽ നിന്നുള്ളൊരു കെട്ടുകൾ അതിനോട് കൂടെ നമ്മൾക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് വരുന്നുണ്ട്. ഇങ്ങനെ പാരമ്പര്യ രോഗങ്ങൾ, അതായത് പാരമ്പര്യ രോഗങ്ങൾ ജനറ്റിക്കലി ഉള്ള വ്യക്തികളിൽ ആന്തരിക മുറിവ് കൂടെ ആ വ്യക്തിയെ സംബന്ധിച്ചുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതം ഭയങ്കര ദുസ്സഹമാണ്. അവരുടെ ജീവിതത്തിൽ രോഗാവസ്ഥകൾ മാറിയിട്ട് നേരം ഉണ്ടാവില്ല. ഒന്നിനെ ലോക്ക് ചെയ്തിടും. പാരമ്പര്യമായിട്ടുള്ള രോഗപീഠകൾ പൂർവിക ശാപത്തിൻ്റെ മറ്റൊരു ഘടകമാണെങ്കിൽ ആ വ്യക്തികളിൽ ആന്തരിക മുറിവ് അവരുടെ കുഞ്ഞുനാളിൽ മനസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത് മറ്റേതിനെ ലോക്ക് ചെയ്തിടും. അവർ ആ ഒരു ബന്ധനത്തിൽ നിന്ന് പുറത്തു വരാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്യും. അവർക്ക് നല്ല ഇന്നർ ഹീലിംഗ് വചനം വഴി, യേശുവിൻ്റെ പരിശുദ്ധ രക്തം വഴി, പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥം വഴിയൊക്കെ ലഭിക്കേണ്ടതായിട്ടും എന്താ പറയുക, നിരന്തരമുള്ള പ്രാർത്ഥനകളും അങ്ങനെയുള്ള വ്യക്തികൾക്ക് ആവശ്യമുണ്ട്. ഇതിൽ തന്നെ ആന്തരിക മുറിവ് തനിച്ച് നമ്മളിലേക്ക് അഫക്റ്റ് ചെയ്യുന്നൊരു മേഖലയുണ്ട്. അതാണ് ഞാൻ നേരത്തെ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ അതിനെപ്പറ്റി സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അതും ഇതും കൂടെ ഒരുമിച്ച് വന്നാൽ പ്രിയപ്പെട്ട ദൈവജനമേ, കാര്യങ്ങൾ നമ്മുടെ കരങ്ങളിൽ നിൽക്കുന്നതല്ല. ഇവിടെയും പ്രാർത്ഥന എന്ന് പറയുന്ന ഒരവസ്ഥ ഈ വ്യക്തികളിൽ എല്ലാത്തിലും ഉണ്ടാകും. പക്ഷേ പ്രാർത്ഥനയിൽ ആത്മാർത്ഥത ഉണ്ടാവില്ല, ആരാധന ഉണ്ടാവില്ല. പ്രാർത്ഥനകൾ മുഖം മൂടിയായിരിക്കും. സ്വന്തം വ്യക്തിത്വത്തെ, ഉള്ളിലുള്ള യഥാർത്ഥ സത്തയെ മറച്ചു വയ്ക്കുന്ന പ്രാർത്ഥനകളായിരിക്കും ഇവർ നടത്തുന്ന പ്രാർത്ഥനകളിൽ മെജോറിറ്റിയും. ഇവരുടെ പ്രാർത്ഥനകൾക്ക് ഒത്തിരി ദൈർഘ്യമുണ്ടാകും, അലസതയുള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല. അവർ നിരന്തരം പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. പക്ഷേ അതിനകത്ത് 1% പോലും ദൈവസാന്നിധ്യം ഉണ്ടാവുകയുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1% രാവിലെ മുതൽ വൈകിട്ട് വരെ കൂട്ടർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അതിൽ 1% പോലും ദൈവസാന്നിധ്യം ഉണ്ടാവത്തില്ല. കാരണം അതങ്ങനെയാണ്. ആ പ്രാർത്ഥന ഡൈവേർട്ട് ചെയ്യുന്ന സ്പിരിറ്റ്, അരൂപി അവരുടെ ഉള്ളിൽ കുടികൊള്ളുന്നതും നിലനിൽക്കുന്നതും പ്രവർത്തിക്കുന്നതും ഈ തരത്തിലായിരിക്കും. പ്രാർത്ഥിക്കുന്നു എന്ന് തോന്നൽ മാത്രം അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ചിന്തിക്കും, വചനം പഠിപ്പിക്കുന്നുണ്ട്, നിൻ്റെ നെടുവീർപ്പുകൾ പോലും പ്രാർത്ഥനയായിട്ട് സ്വീകരിക്കുന്ന ദൈവമല്ലേ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈശോ നമ്മളോട് പറയുന്നതെന്നറിയോ, ആകുലതയിൽ, നിങ്ങളുടെ കഠിന രോഗാവസ്ഥയിൽ, എല്ലാവരും കൈയൊഴിഞ്ഞ അവസ്ഥയിൽ നിങ്ങൾക്കൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകളിലാണ് ഈ വചനത്തെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അവിടെ നിങ്ങളുടെ നെടുവീർപ്പ് മതി. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ, ഇതൊരു തരത്തിലുള്ള ദുഃഖവും ഇല്ലാത്ത അവസ്ഥയിൽ, ഈ ആന്തരിക മുറിവിൻ്റെ പാപം കൂടെ നമ്മളോടുകൂടെ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നെടുവീർപ്പിൽ ഒതുങ്ങുന്നതല്ല പ്രിയപ്പെട്ടവരെ. അവിടെ നമ്മുടെ അധരം തന്നെ ദൈവത്തെ സ്തുതിക്കേണ്ടതുണ്ട്, നമ്മുടെ ഹൃദയം തന്നെ ദൈവത്തെ ആരാധിക്കേണ്ടതുണ്ട്, നമ്മുടെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. 2 കാര്യങ്ങൾ ഈശോടെ പറയുന്നുണ്ട്. തങ്ങൾ നീതിമാന്മാരാണ് എന്ന് മറ്റുള്ളവരെ അന്ന് തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്ന അവസ്ഥ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ഫരിസേയ മനോഭാവത്തെക്കുറിച്ച് കർത്താവ് എടുത്ത് കാട്ടുകയാണ്. തങ്ങൾ നീതിമാന്മാരാണ്, നിയമത്തെ അണുവിട തെറ്റിക്കാത്തവർ ഫരിസേയർ. അണുവിട തെറ്റിക്കത്തില്ല, നിയമത്തിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കത്തില്ല, നിയമത്തിൽ തന്നെ ആശ്രയിക്കുന്നുണ്ട്. ഇതോടൊപ്പം മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്ന അവസ്ഥ. ഇതാണ് നമ്മളിലുള്ള പ്രാർത്ഥനയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. അതാണ് നമ്മൾ ദൈവത്തോട് എപ്പോഴും പറയുന്നത്. ഈ ഫരിസേയ മനോഭാവം ക്രിസ്ത്യാനിറ്റിയിൽ നമ്മളിൽ ഒത്തിരിയുണ്ട്, പ്രത്യേകിച്ച് കത്തോലിക്കരിൽ ഒത്തിരിയുള്ളതാണ് ഈ മനോഭാവം. നമ്മൾ പറയും, ഇത്രയും നാൾ ഞാൻ ഉപവസിച്ചിട്ടും എനിക്ക് ഇതാണ് കിട്ടിയത്, ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഇതാണ് കിട്ടിയത്, ഇത്രയും നാൾ ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെയാണല്ലോ വന്നത്, ഞാൻ ഇതെല്ലാം ചെയ്തിട്ടും എനിക്ക് ഈ ഗതി വന്നല്ലോ. ഇങ്ങനെ ഒരു ഫരിസേയ മനോഭാവത്തിലാണ് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ മുൻപിൽ എത്തുന്നത്. ഇത് ഫരിസേയ മനോഭാവമാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തോട് മറുതലിക്കുന്ന വാഗ്വാദത്തിൽ ഏർപ്പെടുന്ന പ്രാർത്ഥനയാണിത്. ഇവിടെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹത്തെക്കാളുപരി ദൈവത്തിൽ നിന്ന് നമ്മിലേക്ക് വരുന്ന ഒരു താക്കീതിൻ്റെ സ്വരമാണ് നമ്മൾ ശ്രവിക്കേണ്ടത്. കർത്താവിൽ നിന്ന് നമ്മിലേക്ക് വരുന്നൊരു താക്കീതുണ്ട്. ഇങ്ങനെയുള്ള അവസ്ഥകളിൽ കർത്താവിൽ നിന്ന് നമ്മിലേക്ക് വരുന്നൊരു താക്കീതാണ്. മറിച്ച് അവിടെ നിന്നൊരു കരുണയല്ല നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, അവിടെ നിന്ന് അനുകമ്പയല്ല നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, അവിടെ നിന്നൊരു താക്കീത്, ദൈവത്തിൻ്റെ കരുണയെ നമ്മൾ സംശയിക്കുന്ന പ്രാർത്ഥനയാണിത്. ദൈവത്തിൻ്റെ കരുണയെ നമ്മൾ സംശയിക്കുന്ന പ്രാർത്ഥനയാണിത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്,
ഇത്രയും നാൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്ക് എന്തുകൊണ്ട് ഈ അവസ്ഥ വന്നു, ഇങ്ങനെയെല്ലാം ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഗതി വന്നു, ഇത്രയേറെ ഞാൻ ഉപവസിച്ചിട്ട് എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ എൻ്റെ കുടുംബത്തിൽ വന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എൻ്റെ മക്കൾക്ക് ഈ ഗതി വന്നത്. ഇങ്ങനെ നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം നീതിയും ന്യായവും നിരത്തി വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, നിലവിളിക്കുന്ന ഒരു സ്വരം നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കെട്ടുപോയിക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളായിരിക്കും അത്. കെട്ടുപോയിക്കൊണ്ടിരിക്കും. അവിടെ ദൈവിക ചൈതന്യം നിലനിൽക്കത്തില്ല. മറിച്ച് നമ്മൾ പ്രാർത്ഥിക്കേണ്ട മനോഭാവമാണ് ഇവിടെ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന. ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കേണ്ട മനോഭാവമാണ്. ആന്തരിക മുറിവ് ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയുമായിട്ട് കണക്ട് ചെയ്യാവുന്ന പ്രാർത്ഥനയാണ്. ആന്തരിക മുറിവ് ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ തലം പോകേണ്ടതും ഈ അവസ്ഥയിലാണ്. അപ്പം നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യം, ആന്തരിക മുറിവ് എൻ്റെ കാരണം കൊണ്ട്, എൻ്റെ കുറ്റം കൊണ്ടുണ്ടായതല്ല, മറ്റുള്ളവർ എന്നിലേക്ക് അടിച്ചേൽപ്പിച്ചതാണ് ആന്തരിക മുറിവ് എന്നുണ്ടെങ്കിൽ അത് എന്നിൽ നിലനിൽക്കേണ്ടത് എൻ്റെ ആവശ്യമോ മറ്റുള്ളവരുടെ ആവശ്യമോ എന്നുള്ളതിനേക്കാൾ അത് എന്നിൽ നിലനിർത്തിയത് കർത്താവ് തന്നെയല്ലേ എന്ന് ഒരു വ്യക്തി എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഈ ആന്തരിക മുറിവ് എൻ്റെ ഉള്ളിലേക്ക് വരാൻ കാരണം കർത്താവിന് അറിയാത്തത് എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ലെങ്കിൽ എന്തുകൊണ്ട് അവൻ എന്നിൽ നിന്ന് ഈ മുറിവിനെ മാറ്റിവെച്ചില്ല? പ്രിയമുള്ള ദൈവജനമേ, ദൈവം അറിയാതെ നിൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മേഖലകളിലെല്ലാം ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പുണ്ട്. കർത്താവ് ഒരു സീൽ ചെയ്തിട്ടുണ്ട് അതിലെല്ലാം. പക്ഷേ പാപമൊഴികെയാണ് ഇതെല്ലാം. പാപമൊഴികെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നടക്കുന്നുവോ അതിലെല്ലാം ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പുണ്ട്. പാപം മാത്രമാണ് ദൈവത്തിൻ്റെ അനുമതി കൂടാതെ നമ്മുടെ സ്വാർത്ഥതയിൽ നമ്മൾ ചെയ്തിട്ടുള്ളതുള്ളൂ. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ, നിങ്ങൾ കുഞ്ഞിനെ കളിപ്പിക്കാനാണെങ്കിൽ പുറത്തു പോയിരുന്ന് കളിപ്പിക്കുക കേട്ടോ. കുഞ്ഞിനെ കളിപ്പിക്കാനുള്ളവർ പുറത്തു പോയിരിക്കണേ, മറ്റുള്ളവർക്ക് അശ്രദ്ധ ഉണ്ടാക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിലുള്ള പാപത്തിൻ്റെ മേഖലകൾ, നമ്മിലുള്ള തിന്മയുടെ കെട്ടുകൾ, നമ്മിലുള്ള ചില അയോഗ്യതകൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിൻ്റെ മുന്നിലേക്ക് നമ്മൾ കൊടുക്കുക. നമ്മൾ ദൈവത്തിൻ്റെ മുന്നിലേക്ക് കൊടുത്തിട്ട് എൻ്റെ അയോഗ്യതകൾ, എൻ്റെ ബലഹീനതകൾ, എൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ ആവശ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് ഇനം തിരിച്ച് തരം തിരിച്ച് നമ്മൾ കർത്താവിലേക്ക് സമർപ്പിക്കുക. നമ്മൾ കർത്താവിലേക്ക് സമർപ്പിച്ചിട്ട് നമ്മൾ ദൈവത്തോട് ഇങ്ങനെ മറുതലിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് എപ്പോൾ ശരിയാക്കി തരും? ഇത് എപ്പോഴാണ് നടക്കുന്നത്? ഇപ്പോൾ എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഇങ്ങനെ സംശയങ്ങളും ഇങ്ങനെ ന്യായീകരണങ്ങളും ഇങ്ങനെ നീതീകരണങ്ങളും വെച്ച് വിളമ്പിക്കൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയുടെ ക്വാണ്ടിറ്റി കുറവും നീതീകരണത്തിൻ്റെ ക്വാണ്ടിറ്റി വലുതുമായിരിക്കും. പ്രാർത്ഥനയുടെ അളവ് വളരെ കുറവേ ഉണ്ടാവുള്ളൂ ഇത്തരക്കാരിൽ. നീതീകരണമായിരിക്കും ഭൂരിഭാഗമായിട്ട് ഇവരിൽ നിലനിൽക്കുന്നത്. നീതീകരണമായിരിക്കും, പ്രാർത്ഥന കുറയും. കാരണം എന്താ? ഇവർ ആശ്രയിച്ചിരിക്കുന്നത് തങ്ങളിൽ തന്നെയാണ്. തങ്ങളുടെ മേന്മയും തങ്ങളുടെ പ്രാർത്ഥനയും തങ്ങളുടെ ന്യായങ്ങളും തങ്ങളുടെ നീതീകരണവുമാണ് ഇവർ ആശ്രയിച്ച് വെച്ചിരിക്കുന്നത്. ദൈവത്തിൽ ആശ്രയത്വം വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ തങ്ങളിൽ തന്നെ ആണ് ഈ വ്യക്തികൾ എല്ലാത്തിലും ആശ്രയിക്കുന്നത്. പ്രാർത്ഥനയിൽ പോലും ദൈവത്തിൻ്റെ കൃപയിൽ പോലും അവർ തങ്ങളിലുള്ള എന്തോ ഗുണം കൊണ്ട് കർത്താവ് തങ്ങളോട് ഇങ്ങനെ കാണിച്ചു എന്നുള്ളത് അവർ ചിന്തിക്കുന്നത്. തങ്ങളിലുള്ള എന്തോ ഒരു വലിയൊരു മേന്മ കണ്ടിട്ട് കർത്താവ് എനിക്ക് ഇത് കൃപ ചെയ്ത് തന്നു, ഇങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്. ഇവിടെയൊന്നും പ്രിയമുള്ളവരെ, നിങ്ങളിലുള്ള ആന്തരിക മുറിവുകൾ സൗഖ്യമാക്കപ്പെടുകയില്ല. ഞാൻ പറഞ്ഞു, ആന്തരിക മുറിവ് നിങ്ങളിലുണ്ടോ? നിങ്ങളിൽ ആന്തരിക മുറിവുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മേഖല നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ കെട്ടപ്പെട്ട് കിടക്കും. ശ്രദ്ധിച്ച് കേൾക്കണേ. നിങ്ങളിൽ ആന്തരിക മുറിവുണ്ടെങ്കിൽ ആരോഗ്യത്തിൻ്റെതോ സമ്പത്തിൻ്റെതോ മറ്റേതെങ്കിലും തരത്തിലുള്ള വ്യക്തി ബന്ധങ്ങൾ, അതായത് ദാമ്പത്യ ബന്ധങ്ങളോ മാതാപിതാക്കളോ മക്കൾ ബന്ധങ്ങളിലോ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിലോ കെട്ടപ്പെട്ട് കിടക്കുന്ന അവസ്ഥയുണ്ടാകും. നിങ്ങൾക്ക് ഒരു സ്ഥലത്തും ഒന്ന് മറ്റുള്ളവർ കാണുകയും നിങ്ങൾക്കൊന്ന് പെർഫോം ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റേജ് ഫിയർ പോലുള്ള അസ്വസ്ഥതകൾ വരുന്നത്, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് അകാരണ രോഗങ്ങൾ കണ്ടുവരുന്നത്, അതായത് മാരക രോഗങ്ങൾ കണ്ടുപിടിക്കാതെ ശരീരത്തിൽ മറഞ്ഞു കിടക്കാനുള്ള അവസ്ഥകൾ, ഇതെല്ലാം നിങ്ങളിലുള്ള പഴയ പാപത്തിൻ്റെ വിഹിതവും നിങ്ങളിൽ നിങ്ങളുടെ അനുവാദമില്ലാതെ കടന്നു വന്ന ആന്തരിക മുറിവുകളും സംയോജിക്കുന്നിടത്ത് ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾ വ്യക്തി ജീവിതത്തിൽ കാണും. ഇങ്ങനെയുള്ളവരിൽ ജോലിക്ക് പോകത്തില്ല. ജോലിക്ക് പോകാൻ പറ്റില്ല, അവർക്ക് പഠിക്കാൻ പറ്റില്ല. അവർ പഠിക്കാൻ പോയാലും ഈ കുട്ടികൾ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ എവിടെയാണോ അവരായിരിക്കുന്നത് അവിടെ ചെന്നാലും അവർ തിരിച്ചു പോരേണ്ട അവസ്ഥ വരും.
അവർ പറയും എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്കൊന്നും ഓർക്കാൻ പറ്റുന്നില്ല, എനിക്ക് കഴിവില്ലാത്തതുപോലെ എനിക്ക് തോന്നുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തങ്ങളിലേക്ക് തന്നെ ഉൾവലിയുന്ന ഒരു സ്വഭാവം ഇക്കൂട്ടരിൽ ഉണ്ടാകും. അവർ മറ്റുള്ളവരുടെ മുൻപിൽ അവർ പെർഫോം ചെയ്യില്ല. ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും അവർക്ക് പറ്റാത്ത രീതിയിൽ ഒരു മുറി, അതിൽ എല്ലാ സന്തോഷവും കണ്ടെത്തുന്ന ഒരു അരൂപിയുടെ അന്ധകാരത്തിൻ്റെ അടിമത്തത്തിലേക്ക് ഈ മക്കൾ, ഈ ആന്തരിക മുറിവുള്ള വ്യക്തികൾ കടന്നു പോകും. അവരുടെ ജീവിതം അതിൽ തന്നെ കെട്ടപ്പെട്ട് കിടക്കും. തമ്പുരാൻ കർത്താവിന് അവിടെ തൊടാൻ പോലും പറ്റുകയില്ല. അതാണ് നമ്മൾ നേരത്തെ വായിച്ചതിൻ്റെ പഴയ പാപത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കണം. പഴയതിൽ നിന്ന് മോചനം, അത് ഞാൻ പറഞ്ഞു പാപ കടമായിട്ട് കിടക്കുന്നതാ. ഏറ്റുപറയാത്തത് കടബാധ്യതയാണെന്ന് ഞാൻ പറഞ്ഞു. ഏറ്റു പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അത് കടബാധ്യതയായിട്ട് കിടക്കുക. അതിൽ നിന്ന് ഒരു മോചനം, അത് നിങ്ങളുടെ അവകാശമാണ്. നിങ്ങളത് ഏറ്റുപറയണം, മറച്ചു വെക്കരുത്. ചില മേഖലകൾ ഒരു പ്രായപരിധി കഴിഞ്ഞാൽ നമ്മളത് മക്കളോട് ഷെയർ ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത് ഏതെങ്കിലും മറച്ചു വയ്ക്കപ്പെട്ട ചില പ്രമാണ ലംഘനങ്ങൾ ഒരു പ്രായം കഴിഞ്ഞാൽ നിങ്ങളത് തുറന്ന് നിങ്ങളുടെ മക്കളോട്, നിങ്ങളുടെ കൂടെയുള്ളവരോട് ഓപ്പണായിട്ട് ഷെയർ ചെയ്യാനായിട്ടൊരു മനസ്സ് നിങ്ങൾ കാണിക്കണം. കാരണമെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ, അവരുടെ മക്കളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലൊരു കെട്ടപ്പെട്ട അവസ്ഥ കിടക്കും. ചില രോഗങ്ങൾ അവരെ വിട്ടുമാറാത്തതിന് കാരണം അപ്പനിലോ അമ്മയിലോ ഉള്ള ഈ കടബാധ്യതയാണ്. ചില പാപം ചെയ്ത് ഏറ്റുപറയാതെ കിടക്കുന്ന കടം ബാധ്യതയാകുമ്പോൾ മക്കളുടെ ജീവിതം കൊണ്ട് അത് വീട്ടി തീർക്കേണ്ട ഗതികേട് കുടുംബങ്ങളിൽ വരും. അതുകൊണ്ട് അങ്ങനെയുള്ള അവസ്ഥകൾ നമ്മുടെ കുടുംബങ്ങളിൽ, വ്യക്തി ജീവിതങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളത് ഓപ്പണായിട്ട്, വിശ്വാസമുള്ള നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോട് നിങ്ങളത് ഓപ്പണായിട്ട് പറയണം. പ്രിയപ്പെട്ടവരെ, ആ ഒരു സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും പൊട്ടിത്തെറി ഉണ്ടായാലും അവിടെ ഒരു പരിഹാരത്തിനുള്ള സാധ്യത തുറന്നു വരും. അതിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരാളെങ്കിലും പ്രാർത്ഥനാ ചൈതന്യമുള്ളതുണ്ടെങ്കിൽ അവരോട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ഓപ്പൺ ആവണം. അത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ കെട്ടുറപ്പിനും അനുഗ്രഹത്തിനും അത് കാരണമായിട്ട് വരും. അത് പാപകരമാകുകയോ അത് ബന്ധങ്ങളെ തകർക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റ് ശുശ്രൂഷകരുടെ അടുത്ത് ചെന്ന് ഇത് പറഞ്ഞ് പരിഹാരം ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഒത്തിരി പേരെ പ്രാർത്ഥിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ നിന്നും പലരും വിളിക്കുമ്പോൾ ഇതിൽ മെജോറിറ്റിയും ബെഡ് റിഡൺ ആയിട്ടുള്ള ആൾക്കാരാണ്. പ്രാർത്ഥനാ സഹായത്തിന് വേണ്ടിയിട്ട് അവരുടെ ഫ്രണ്ട്സോ അവരുടെ ബന്ധുക്കളോ അവരുടെ ഉറ്റവരോ ആണ് വിളിക്കുന്നത്. ഇതിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി ബ്രദറെ, ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ബ്രദറെ, ഇത്ര നാളായിട്ട് ഇത് മരിക്കുന്നുമില്ല, ജീവിക്കുന്നുമില്ല, ഞങ്ങൾക്ക് നോക്കി ഞങ്ങൾക്ക് മതിയായി, ഞങ്ങളുടെ ജോലി, ഒരാളുടെ ജോലി പോയി, ഇങ്ങനെ പല അവസ്ഥകൾ. അതായത് ഈ ഒരു പീസ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് മക്കൾ കംപ്ലീറ്റ് അവരുടെ ജോലിയെല്ലാം മാറ്റി വെച്ച് ഇതിനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക. ഇതൊന്ന് ഓപ്പൺ ആയിരുന്നെങ്കിൽ അപ്പോൾ അവർ വിചാരിക്കും എന്തെങ്കിലും തെറ്റുണ്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കും, ഇങ്ങനെ ഒത്തിരിപ്പേടം വല്ലതും ബാക്കിയുണ്ടോ? അവർ പറയും അറിയില്ല, ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. ഇത് നിങ്ങൾ പറയണം, എനിക്കിങ്ങനെ ഒരു ഒത്തിരിപ്പേടം ഉണ്ട്, ഞാനിങ്ങനെ നേർച്ച നേർന്നിട്ട് നിറവേറ്റിയിട്ടില്ല. നിങ്ങളുടെ ബോധ മനസ്സിൽ കിടക്കുന്നത് കംപ്ലീറ്റ് ആരോടെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടാകണം. കാരണം നാളെ ഈ ഒരു അവസ്ഥ നമുക്ക് വരാം, നാളെ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വീഴാം. അതുകൊണ്ട് ഷെയർ ചെയ്യണം. അവിടെ എല്ലാം ഇവരെ മൈൻഡ് ചെയ്ത് പ്രാർത്ഥിക്കാനോ ഇവരുടെ മേൽ കരുണയായിരിക്കണേ എന്ന് എന്ത് പ്രാർത്ഥിച്ചാലാണ് അവർക്ക് വിടുതൽ കിട്ടുന്നതെന്ന് ബാക്കിയുള്ളവർ നീറിക്കൊണ്ടിരിക്കുക. പ്രിയമുള്ള ദൈവജനമേ, അത് മൊത്തം കുടുംബത്തിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കും, ബന്ധങ്ങളെ ബാധിക്കും, സാമ്പത്തിക മേഖല തകർക്കപ്പെട്ടുകൊണ്ടിരിക്കും. എല്ലാ തരത്തിലും അത് വീഴ്ചകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ്? ഇത്തരത്തിൽ നമ്മളെ ഭരിക്കുന്ന ചില സ്പിരിറ്റുകൾ, അരൂപികൾ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ജീവിതത്തിൽ മറച്ചു വയ്ക്കുന്നത് പലപ്പോഴും നിങ്ങളിൽ തന്നെ പ്രശ്നങ്ങളുണ്ടാക്കും. ഈ കാലഘട്ടം, ഈ ദേശത്തിൻ്റെ അരൂപികൾ, തിന്മയുടെ സ്വാധീനങ്ങൾ നമ്മളായിരിക്കുന്ന ദേശത്തിന് ചുറ്റുമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളെ തകർക്കുന്ന തിന്മയുടെ കെട്ടുകൾ ദേശത്തിന് ചുറ്റുമുണ്ട്, നമ്മളായിരിക്കുന്ന അവസ്ഥകളിലുണ്ട്. അവിടെ ഒരു പ്രാർത്ഥന പോലും ചെന്നെത്താൻ പറ്റാത്ത രീതിയിൽ നമ്മളെ കെട്ടിയിടാൻ സാത്താന് പറ്റും. ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ പോലും അവരിലേക്ക് അടുപ്പിക്കാതിരിക്കാൻ സാത്താന് പറ്റും. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളിൽ മറച്ചു വെച്ചത് ഒന്നും ഉണ്ടാവരുത്. ഈശോയുടെ നാമത്തിൽ ഒന്നുകൂടെ പറയാണ്,
മറച്ചു വെച്ചിരിക്കുന്ന പാപങ്ങൾ, മറച്ചു വെച്ചിരിക്കുന്ന എന്തെങ്കിലും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഇൻസിഡൻറ്റ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളത് വൈദികനോടോ കുടുംബത്തിലുള്ളവരോടോ നിങ്ങൾക്കൊരു സ്പിരിച്വൽ ഗൈഡൻസ് തരുന്ന ഏതെങ്കിലും സിസ്റ്റേഴ്സോ വൈദികരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടാകണം. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ലവ് ജിഹാദ് പോലുള്ള സ്പിരിറ്റുകൾ, നാർക്കോട്ടിക് ജിഹാദികൾ, അതുപോലെ തന്നെ ഈ ഫുഡിലുള്ള ഹലാൽ സ്പിരിറ്റുകൾ, ഇങ്ങനെ ഇതിലൂടെയെല്ലാം വരുന്ന ലഹരിയുടെ, അടിമത്തത്തിൻ്റെ, ജിന്നിൻ്റെ സ്പിരിറ്റുകൾ, അങ്ങനെ പലതരത്തിൽ ഈ കാലഘട്ടത്തിൽ തിന്മയുടെ സ്വാധീനങ്ങൾ കൊടികുത്തി വാഴുന്ന ഏരിയയാണ്. തിന്മയുടെ സ്വാധീനങ്ങൾ കൊടികുത്തി വാഴുന്ന സമയമാണ്. ഇതിലേതാണോ നമ്മൾ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് നമുക്കറിയില്ല. പെട്ടെന്നൊരു ദിവസം കിട്ടി രണ്ടും അടിച്ചു പോവുമോ? പെട്ടെന്നൊരു ദിവസം എനിക്ക് ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ഞാൻ വീഴുമോ? ഇല്ല. അങ്ങനെയുണ്ടെങ്കിൽ കാലങ്ങളായിട്ട് അതിൻ്റെ സൈൻ, അതിൻ്റെ സിംറ്റംസ് ബോഡി കാണിച്ചിട്ടുണ്ടാകണം. അതിനുശേഷം ഞാൻ രോഗിയായിട്ട് മാറി. ഓക്കെ, ഇത് പെട്ടെന്നൊരു ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആവാണ്. അത് ചെന്ന് നോക്കുമ്പോൾ 2 കിഡ്നി ഫങ്ഷനിങ് അല്ല. അതാണ് തലേ ദിവസം വരെ കാര്യങ്ങളെല്ലാം ആസ് യൂഷ്വൽ, എല്ലാം നോർമലാണ്, ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ അത് അവിടെ നിന്ന് വന്നു. എന്തുണ്ടായി? നിങ്ങളത് മറച്ചു വയ്ക്കരുത്. നിങ്ങളിലുള്ളതിനെ നിങ്ങൾ മറച്ച് വയ്ക്കരുത്. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തിന്മയുടെ കെട്ടുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് 1-ാം പ്രമാണ ലംഘനത്തിലൂടെ വരുന്ന അരൂപികൾ. 1-ാം പ്രമാണ ലംഘനം, മറ്റു വിശ്വാസങ്ങളിലേക്ക് പോയ അവസ്ഥ നിങ്ങളിലുണ്ടെങ്കിൽ അതൊരു കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് പാപമോചനം വാങ്ങിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരി അതിന് പ്രായശ്ചിത്തവും പരിഹാര പ്രവൃത്തികളും നിങ്ങളുടെ ആയുസ്സ് മുഴുവൻ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു മേഖലയാണ് 1-ാം പ്രമാണ ലംഘനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാക്കിയുള്ള പ്രമാണ ലംഘനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 1-ാം പ്രമാണം ലംഘിക്കപ്പെട്ടു. മറ്റു വിശ്വാസങ്ങളുടെ പുറകെ പോയി. മറ്റു വിശ്വാസങ്ങളെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ കുമ്പസാരത്തിൽ ഏറ്റു പറഞ്ഞു എല്ലാം ഓക്കെ ആയി എന്ന് വിചാരിക്കരുത്. കാരണം 1-ാം പ്രമാണ ലംഘനം ഉണ്ടാക്കിയതിന് ശേഷം മറ്റു വിശ്വാസങ്ങളുടെ പുറകെ പോയൊരു വ്യക്തിയെ സംബന്ധിച്ച് ഏത് ഈവിൾ സ്പിരിറ്റിനെയും അവൻ്റെ ശരീരം വെൽക്കം ചെയ്യും. ഹല്ലേലൂയ. നാട്ടിൽ എവിടെയെല്ലാം തിന്മയുടെ സ്വാധീനമുണ്ടോ അതിനെ എല്ലാത്തിനെയും വെൽക്കം ചെയ്യാൻ ഈ പറയുന്ന വ്യക്തിക്ക് സാധ്യത ഇരട്ടിയിലധികം കൂടുതലാണ്. 1-ാം പ്രമാണ ലംഘനം ഉണ്ടെങ്കിൽ അങ്ങനെയാണ്. 1-ാം പ്രമാണ ലംഘനം, ഈ 1-ാം പ്രമാണ ലംഘനം ഉള്ള വ്യക്തിയിൽ ആന്തരിക മുറിവ് ആദ്യമേ ഉണ്ടായിട്ടുള്ളൊരു വ്യക്തി പിന്നീട് ആ വ്യക്തിയുടെ ജീവിത കാലഘട്ടത്തിൽ 1-ാം പ്രമാണ ലംഘനവും കൂട്ടിച്ചേർക്കപ്പെട്ടു. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണല്ലോ എല്ലാം ഇങ്ങനെ ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തിയെ സംബന്ധിച്ച് പരിഹാര പ്രവൃത്തികൾ, അതല്ലെങ്കിൽ ആത്മാക്കളെ നേടുന്ന എന്തെങ്കിലും പ്രവൃത്തി ഇതിൻ്റെ ലൈഫ് ലോങ് ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കണം. നിർത്തിക്കളയരുത്. കുമ്പസാരത്തിൽ ഏറ്റു പറഞ്ഞു ഇപ്പം എനിക്ക് കുഴപ്പമില്ല എന്ന് പറയരുത്. കുമ്പസാരത്തിൽ, വിശുദ്ധ കുമ്പസാരത്തിൽ നമ്മൾ ഏറ്റു പറയുന്ന പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു. പക്ഷെ കടം നിലനിൽക്കുകയാണ്. കടം എന്താ? എൻ്റെ ആത്മാവിൻ്റെ കടം ദൈവത്തിന് കൊടുക്കണം. അത് ആത്മാക്കളുടെ രക്ഷയിലൂടെ മാത്രമേ പറ്റുള്ളൂ. എൻ്റെ ആത്മാവിനെ, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെതിരെ ഞാൻ ചെയ്യുന്ന പാപമാണ് 1-ാം പ്രമാണ ലംഘനം എന്ന് പറയുന്നത്. ഈ 1-ാം പ്രമാണ ലംഘനം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നിലുള്ള ആന്തരിക മുറിവുകൾ സുഖപ്പെടുന്നതിനുള്ള സാധ്യത വീണ്ടും ബ്ലോക്ക് ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ 1-ാം പ്രമാണ ലംഘനം, അതിൽ നമ്മുടെ മക്കൾ സ്നേഹിച്ച് മറ്റു മതസ്ഥരെ വിവാഹം കഴിച്ചാൽ മതി. 1-ാം പ്രമാണ ലംഘനം. നമ്മൾ ആഗ്രഹിക്കാത്ത വിവാഹ ബന്ധങ്ങളിലേക്ക് നമ്മുടെ മക്കൾ പോയി. അവർ പറയും ഞാൻ ഇവളെ മാമോദിസ മുഖ്യയാണ് കിട്ടിയത്, ഞാൻ ഇവനെ മാമോദിസ മുഖ്യയാണ് കിട്ടിയത്. ഒരു ഗുണവുമില്ല. കാരണം അവനോ അവളോ മാമോദിസ സ്വീകരിച്ചതിന് വേണ്ടിയിട്ടാണ്, ഇവനെയോ ഇവളെയോ കെട്ടാൻ വേണ്ടിയിട്ടാണ്. വിശ്വാസം സ്വീകരിച്ചിട്ടില്ല, മാമോദിസയാണ് സ്വീകരിച്ചത്. അത് ദൈവത്തിൻ്റെ മുമ്പിൽ ന്യായവും നീതിയുമല്ല. അത് അപ്പുറവും കാലുകുത്തും ഇപ്പുറവും കാലുകുത്തും, 2 വഞ്ചിയിലും കാലുകുത്തും. ഇവർക്കുണ്ടാകുന്ന മക്കൾ 2 വിശ്വാസത്തിലും വളരും. ആയുഷ്കാലം മുഴുവൻ 1-ാം പ്രമാണ ലംഘനത്തിലായിരിക്കും ആ കുടുംബം. ഇതൊരിക്കലും പരിഹരിക്കപ്പെടത്തില്ല. ഇങ്ങനെയുള്ള കുടുംബങ്ങളിൽ അവരുടെ മക്കളിൽ ആന്തരിക മുറിവിനുള്ള സാധ്യത ഇരട്ടിയാണ്. കാരണം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതാണ്. കിട്ടിക്കൊണ്ടിരിക്കുന്നതും ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും പൂജിച്ചുകൊണ്ടിരിക്കുന്നതും ഈ അരൂപിയെയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഇവിടെയെല്ലാം നമ്മൾ വിചാരിക്കും 1-ാം പ്രമാണ ലംഘനം ഞാൻ ഏതെങ്കിലും അമ്പലത്തിലോ വിശ്വാസത്തിലോ പോയെന്നാണ്. അതല്ല. ഇത്തരത്തിലും കൂദാശകളിൽ 1-ാം പ്രമാണ ലംഘനം മിക്സ് ചെയ്യുന്നതാണ് ഈ പറയുന്ന വിവാഹം എന്ന് പറയുന്ന കൂദാശ. ആ വിവാഹം എന്ന് പറയുന്ന കൂദാശയുടെ പവിത്രത നഷ്ടപ്പെടുത്തിക്കൊണ്ട് മറ്റ് മതങ്ങളിൽ നിന്ന് ക്രിസ്ത്യാനി വിവാഹം കഴിച്ചുകൊണ്ട് വരിക.
ഇവിടെ ആ ഒരു ബന്ധത്തിൽ അവർക്ക്, ഞാൻ പറഞ്ഞില്ല, കത്തോലിക്കനായാലും മാമോദീസ സ്വീകരിച്ചു, വിശ്വാസം സ്വീകരിച്ചിട്ടുണ്ടാവില്ല. വിശ്വാസിയാകാതെ മാമോദീസ സ്വീകരിച്ച ഒരു വ്യക്തിക്കും ക്രൈസ്തവ വിശ്വാസത്തിൽ നിലനിൽക്കാൻ പറ്റില്ല. അതല്ലെങ്കിൽ പാരമ്പര്യ വിശ്വാസം നമ്മൾക്കുണ്ടാകണം. അതിൻ്റെ അടിത്തറയിൽ നീ മാമോദീസ സ്വീകരിച്ചാൽ ആ പാരമ്പര്യ വിശ്വാസത്തിൻ്റെ അടിത്തറ നിനക്കുള്ളിടത്തോളം കാലം നീ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കാൻ നിൻ്റെ മാതാപിതാക്കളുണ്ട്, നിൻ്റെ എന്താ പറയുക, നിൻ്റെ സഹോദര ബന്ധങ്ങളുണ്ട്, ബന്ധുബലമുണ്ട്. ഇതൊന്നുമില്ലാത്ത മറ്റൊരവസ്ഥയിൽ നമ്മളൊരു കുഞ്ഞിനെ, നമ്മളൊരു വ്യക്തിയെ, ഒരു സ്ത്രീയെ, ഒരു പുരുഷനെ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർ നമ്മളെന്താണ്, ക്രിസ്തു എന്താണ്, അവൻ എന്തിനു സഹിച്ചു, അവൻ എന്തിനു ലോകത്തിന് വേണ്ടി യാഗമായിട്ട് മാറി എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള പഠനങ്ങളില്ലാതെ ഒരു വ്യക്തി വെറുതെ ഒരു മാമോദിസ സ്വീകരിക്കുന്ന ഒരു കളി, ഒരു തമാശ അവർക്ക്. കാരണം എന്തിനാ? എന്നാലേ ഇതിനെ കെട്ടാൻ പറ്റുള്ളൂ. ഇവിടെയും പ്രിയപ്പെട്ടവരെ, കുടുംബത്തിന് തകർച്ചകളുടെ മേൽ തകർച്ചകളാണ് നമ്മുടെ മക്കളെ വിളിച്ചു കൊണ്ടുവരുന്നത്. തകർച്ചകളുടെ മേൽ തകർച്ചകളിലേക്ക് നമ്മുടെ കുടുംബം, നമ്മുടെ ബന്ധം, നമ്മളായിരിക്കുന്ന അവസ്ഥകൾ കൂപ്പൂത്തി വീണുകൊണ്ടിരിക്കും. ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരിക്കലും നമ്മൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അവിടെ ദൈവത്തിൻ്റെ കരുണയെ പ്രതീക്ഷിക്കരുത്. കാരണം ഇത് ബോധപൂർവം ചെയ്ത പാപമാണ്, തിരുത്താനായിട്ടുള്ള സാധ്യതകളില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്ന പാപമാണിത്. നമ്മളൊരു മറ്റേത് പാപത്തിലേക്ക് പോയി, കർത്താവേ പെട്ടുപോയി, എന്നോട് ക്ഷമിക്കണേ, അവിടെ ക്ഷമിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിൽ അങ്ങനെയല്ല. പകരം ആത്മാക്കളെ നേടിക്കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ മക്കളിൽ നിന്ന് നിങ്ങൾ വില ഈടാക്കേണ്ടി വരും, ഉറപ്പാണ്. ഒന്നാം പ്രമാണ ലംഘനം, മറ്റു വിശ്വാസങ്ങൾ എൻ്റെ മുറ്റത്ത്, മറ്റു വിശ്വാസങ്ങൾ എൻ്റെ വീട്ടിൽ, നോ. അത് വന്നിട്ടുണ്ടെങ്കിൽ തലമുറകളിൽ നിന്ന് മരിച്ചതുപോലും കയറി പോകില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് ഒരൊറ്റൊരെണ്ണത്തിന് നേരാം വണ്ണം അവർ ജീവിച്ച് തീർക്കില്ല, അവരുടെ ആയുസ് എത്തിക്കില്ല. ഇതിങ്ങനെയാണ്. അതിൻ്റെ ചരിത്രം എടുത്ത് നോക്കിക്കോ നിങ്ങൾ. ഒന്നാം പ്രമാണ ലംഘനത്തിൻ്റെ നിങ്ങൾ അനുഭവത്തിൽ വന്നവരുടെ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി. എനിക്ക് സാക്ഷ്യങ്ങൾ പറയാനാണെങ്കിൽ ഒരു ആയിരക്കണക്കിനുണ്ട്. പക്ഷേ ഞാനതെല്ലാം പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വചനത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്, അത് പറയാത്തതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു മേഖല, ഒന്നാം പ്രമാണ ലംഘനം. ഈ ഒരു കെട്ട്, ഞാൻ പറഞ്ഞാൽ ഈ കെട്ട് മുറുക്കിക്കഴിഞ്ഞാൽ, സാത്താൻ നിങ്ങളുടെ ജീവിതത്തിൽ കെട്ടിക്കഴിഞ്ഞാൽ അവൻ ആ കെട്ടിൻ്റെ ബലത്തിൽ എന്തും നിങ്ങളുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്കും വരാം, എന്തും വരാം, എന്ത് വേണമെങ്കിലും വരാം, ഏത് രീതിയിൽ വേണമെങ്കിലും അത് നിങ്ങൾ അറ്റാക്ക് ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവർ ഏത് പ്രൊഫൈലുള്ളവരാണെങ്കിലും ഒന്നാം പ്രമാണ ലംഘനം ലംഘിച്ച് ജീവിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ട ദൈവജനമേ, അവർ സ്വയം നരകത്തെ വിളിച്ചു വരുത്തുക ചെയ്യുന്നത്. നരകത്തെ വിളിച്ചു വരുത്തുന്ന പ്രവൃത്തിയാണത്. ശരിക്കും എനിക്ക് അങ്ങോട്ട് പോയാൽ മതി എന്ന് സ്വയം എടുക്കുന്ന തീരുമാനമാണത്. വിജാതീയ വിവാഹങ്ങൾ പാടില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ നീതിയല്ല, ന്യായമല്ല. അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരിലും അതില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഏതെങ്കിലും വ്യക്തിബന്ധങ്ങളിലേക്ക് നമ്മുടെ മക്കൾ പോകുന്നുണ്ടെങ്കിൽ ആ മക്കൾ നമ്മളോടെല്ലാം ഓപ്പൺ ആവാനൊരവസരം നിങ്ങൾ മാതാപിതാക്കൾ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഈ മക്കൾ ഓപ്പൺ ആയില്ലെങ്കിൽ ദുരിതം നിങ്ങൾക്ക്. നിങ്ങളുടെ മക്കൾ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടത് മറ്റൊരു പുരുഷനോട് കൂടെയാണ്, മറ്റൊരു വിജാതിയനോട് കൂടെയാണ്. നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ ആത്മാവിന് കിട്ടേണ്ട പ്രാർത്ഥനകൾ എങ്ങനെ കിട്ടും പ്രിയപ്പെട്ടവരെ? കാരണം വിജാതീയ വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചിരിക്കുക കുടുംബത്തിൽ, കിട്ടത്തില്ല. ഇത്തരത്തിൽ ഈ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ കെട്ടുകളുണ്ട്. ഇവിടെ ഒന്നും ആന്തരിക മുറിവല്ല, ഇതൊന്നും വരുത്തി വയ്ക്കുന്ന വിനകളാണ്. ഇത് വിട്ടുപോകത്തില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ ഈ ഫോൺ നീങ്ങാൻ കാര്യം അത്രത്തോളം അതിൽ സാത്താൻ്റെ അരൂപി ഉണ്ട്. കണ്ണുകൊണ്ട് കണ്ടതാ, ഒരാഴ്ചയായിട്ടില്ല. പ്രിയമുള്ളവർ, ഇത് ഉണ്ട്, ഇല്ലെന്ന് പറയല്ല, ഇതുണ്ട്. തിന്മയുണ്ട്, തിന്മയുടെ സാന്നിധ്യമുണ്ട്. അതതിൻ്റെ ഫുൾ സ്ട്രെങ്ത്തിൽ തന്നെ നമ്മളുടെ കൂടെ ഉണ്ട്. നമ്മൾ കാണുമ്പോൾ നമുക്ക് വരുമാനം ഉണ്ടാക്കും, നമുക്ക് അതിൽ നിന്ന് ഇത് കിട്ടും, ഇതിൽ നിന്ന് അത് കിട്ടും, എല്ലാം ശരിയാണ്. ബന്ധങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്, സ്നേഹമുണ്ട്, നടിക്കുന്നുണ്ട്, ചിരിയുണ്ട്, കളിയുണ്ട്, വർത്തമാനമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങളെ നിത്യ നരകത്തിലേക്ക് എത്തിക്കാനുള്ള വിഹിതവും അതിനകത്ത് കിടക്കുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു കത്തോലിക്കൻ അല്ലെങ്കിൽ ഒരു കത്തോലിക്ക പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി ഒരു വിജാതീയനെ സെക്ഷുവലി അവർ ഒന്നാകുന്ന ദിവസം ഈ വിജാതീയൻ ആരാധിച്ച മൊത്തം വിഗ്രഹങ്ങളെയാണ് ഇതിൻ്റെ ശരീരത്തിലേക്ക് സ്വീകരിക്കുന്നത്. മൊത്തം വിഗ്രഹങ്ങളുടെ അരൂപികളെയാണ് ഈ വ്യക്തിയുടെ ശരീരത്തിലേക്ക്
സെക്ഷൽ റിലേഷൻ വഴി സ്വീകരിക്കുന്നത്. ഇത് പോവത്തില്ല, ഇത് കിടന്ന് കളിക്കും. ഇതിനു മീതെ ആണ് ആന്തരിക മുറിവുകൾ, തലമുറയിൽ നിന്നുള്ള കെട്ടുകൾ, പാപത്തിൻ്റെ വിഹിതങ്ങൾ, രോഗങ്ങൾ, കടബാധ്യതകൾ, ഇതെല്ലാം കൂടി ഒരൊറ്റ വ്യക്തിയിലേക്ക്, അവരുടെ കുടുംബത്തിലേക്ക് കയറിയാൽ ഈ കുടുംബം നിർമൂലനാശമാകാൻ പിന്നെ പുറത്തുനിന്ന് വേറെ ഒരു സ്പിരിറ്റിൻ്റെ ആവശ്യമില്ല. എത്ര കോടി വരുമാനമുണ്ടെങ്കിലും ഒറ്റ ദിവസം കൊണ്ട് അതൊക്കെ തീരാൻ പറ്റുന്ന രീതിയിൽ കെട്ടടങ്ങി പോകുന്ന ഒരു അരൂപി ഈ കുടുംബത്തിൽ പ്രവർത്തിച്ചു തുടങ്ങും. ഒന്നാം പ്രമാണ ലംഘനങ്ങളുണ്ടെങ്കിൽ, ഒന്നാം പ്രമാണ ലംഘനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആരാധനകൾ നിങ്ങളുടെ കുടുംബത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ, അതിനുള്ള അവസരം നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതിനുള്ള സാഹചര്യം നിങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കൾ മേൽഗതി പ്രാപിക്കത്തില്ല പ്രിയപ്പെട്ടവരെ. അത് അത്രത്തോളം കാഠിന്യമേറിയ പാപമാണ്. അത് വീട്ടിൽ തീർക്കാൻ പാടാ പ്രിയപ്പെട്ടവരെ. ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് പരിഹാരം ചെയ്യാം. പക്ഷേ ഒന്നാം പ്രമാണ ലംഘനം, ആദ്യത്തെ 3 കൽപ്പനകൾക്ക് നമുക്ക് പരിഹാരം ചെയ്ത് കർത്താവിൻ്റെ കരുണയെ ക്ഷണിച്ചു വരുത്തുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അത് നിങ്ങൾക്കറിയില്ല. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉള്ളവനോട് നിങ്ങൾ ചെയ്യുന്ന പാപത്തിൻ്റെ മേഖലയാണ് ഒന്നാം പ്രമാണം. നിങ്ങളോട് നിങ്ങൾ ചെയ്യുന്ന ദ്രോഹമാണത്. നിങ്ങളെ തന്നെ നിങ്ങൾ നരകത്തിന് വിട്ടുകൊടുക്കുന്ന അവസ്ഥയാണത്. അതിൽ അരവണ കഴിച്ചാലും, പായസം കഴിച്ചാലും, നേർച്ച കഴിച്ചാലും, മറ്റ് അമ്പലങ്ങളിലും മോസ്കുകളിലും പൂജിച്ചത് എന്ത് കഴിച്ചാലും സെയിം എഫക്റ്റാണ്. അത് ഇത്രയല്ലേ ഉള്ളൂ, മറ്റേതാണ് കൂടുതൽ. അല്ല, എല്ലാം ഒറ്റ എഫക്റ്റാണ്. ഒറ്റ ഒരു എഫക്റ്റാണ്. എല്ലാത്തിലും ഒറ്റ എഫക്റ്റാണ്. ഇതിനകത്തുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് യോഗ്യതയുണ്ട് എന്ന് പറയരുത്. ഈശോൻ്റെ മുമ്പിൽ ഞാൻ ഓക്കെയാണ് എന്നും പറയരുത്. കർത്താവിൻ്റെ മുമ്പിൽ നമ്മളെ നീതീകരിക്കാനും ന്യായീകരിക്കാനും നിൽക്കരുത് നമ്മുടെ പ്രാർത്ഥനകൾ. കർത്താവേ, ഞാൻ പാപിയാണ്, എൻ്റെ മേൽ നീ കരുണയായിരിക്കണം. ആശ്രയിക്കേണ്ടത് ക്രിസ്തുവിലല്ല, ക്രിസ്തുവിൻ്റെ കരുണയിൽ ആശ്രയിക്കണം. ക്രിസ്തുവിൽ ആശ്രയിക്കേണ്ട, ക്രിസ്തുവിൻ്റെ കരുണയിൽ ആശ്രയിക്കണം. ഞാൻ പാപിയാണ്, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. രോഗിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. ഈ പാപം ചെയ്ത് ജീവിച്ച എൻ്റെ മേൽ കരുണയായിരിക്കണമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. തിന്മയുടെ അതിൻ്റെ കെട്ടുകളും ഒത്തിരി ഉണ്ട് പ്രിയപ്പെട്ടവർ. ഈ കാലഘട്ടത്തിൽ തിന്മയുടെ അതിപ്രസരമാണ്. ഈ കാലഘട്ടത്തിൽ തിന്മയുടെ അതിപ്രസരമാണ്. ആലോചിച്ച് നോക്കിയേ, ഈ സ്പിരിറ്റ് കളിക്കുന്നത് ദാമ്പത്യ ബന്ധങ്ങളിൽ ഇത് കയറി വാഴും. മാതാപിതാക്കളുടെ മക്കൾ ബന്ധങ്ങളിൽ ഇത് കയറി അടിച്ച് നശിപ്പിച്ച് കളയും. മാതാപിതാക്കളെ കണ്ടുകൂടാ മക്കൾക്ക് ഈ കാലഘട്ടത്തിൽ. ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന മക്കളെ നിങ്ങൾ എടുത്തു നോക്കിക്കോ. ഈ മക്കൾക്ക് ഒരിക്കലും അമ്മമാരെ കണ്ണിന് കണ്ടുകൂടാത്ത രീതിയിൽ അവരുടെ ഉള്ളിൽ വെറുപ്പ് ക്രിയേറ്റ് ചെയ്യും. അമ്മമാരെ കണ്ണിന് കണ്ടുകൂടാ മക്കൾക്ക്. മാതാപിതാക്കളിൽ അപ്പനോട് അത്ര ഉണ്ടാവില്ല, പക്ഷെ അമ്മമാരെ കണ്ടുകൂടാത്ത രീതിയിൽ ഇവരുടെ ഉള്ളിൽ ഫോം ചെയ്യുന്ന അരൂപിയുണ്ട്. ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന മക്കളാണ്. 8th സ്റ്റാൻഡേർഡ് മുതൽ ഇന്ന് ഇത്തരത്തിലുള്ള കുട്ടികളെ കാണാം. 8th സ്റ്റാൻഡേർഡ് മുതൽ ഇന്ന് ഇത്തരത്തിലുള്ള കുട്ടികളുണ്ട്. എൻ്റെ അടുത്ത് കൊണ്ടുവന്നവരിലുണ്ട്. അതിലൊത്തിരി പേരെ ചൈൽഡ് ലൈനിലേക്ക് വിട്ടു. കുറേ പേരെ കൗൺസിലിങ്ങിന് വിധേയരാക്കി, കുറേ പേർക്ക് ഡെലിവറൻസ് മിനിസ്റ്റർ ചെയ്തു, കുറേ പേരെ ധ്യാനത്തിന് വിട്ടു, കുറേ പേരെ റിപ്പീറ്റഡ് മെൻ്റൽ കൗൺസിലിംഗ് സെൻറ്റേഴ്സിലേക്ക് വിട്ടു. മെൻ്റൽ കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്. ഒരു സിറ്റിങ്ങിന് 2000-3000 മെൻ്റൽ കൗൺസിലിങ്ങിന് ഒരു മണിക്കൂറത്തേക്ക് റേറ്റ്. അതൊരു 4-5 സെഷൻ എടുത്താൽ ഇത് ക്ലിയർ ആകുള്ളൂ എന്നുള്ള ചില കേസുകളുള്ളതിൽ മെൻ്റൽ കൗൺസിലിങ്ങിലേക്ക് വിടും. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് അവരുടെ മേൽ പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ അവരോ അവരുടെ കുടുംബമോ എളിമപ്പെടാത്തിടത്തോളം കാലം ഈ മക്കൾ ഈ ഡ്രഗ്സിൻ്റെ യൂസേജിൽ നിന്ന് പുറത്തു വരില്ല. ഇവരിതിൽ തന്നെ ആയിരിക്കുകയുള്ളൂ. ഇതിൽ നിന്ന് ഇവർ പുറത്തു വരാൻ പറ്റില്ല. ശ്രമിച്ചാലും നടക്കില്ല. ഇതിന് സ്മെല്ലില്ല, ഇതിന് നിങ്ങൾക്കൊന്നും തോന്നില്ല. കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് മാതാപിതാക്കൾക്ക് അറിയാൻ പോലും പറ്റില്ല. നോക്കുമ്പോൾ എന്താ, ആന്തരിക മുറിവാണ്. ഇതും കൊണ്ട് ഈ ആന്തരിക മുറിവിൻ്റെ തലയിൽ കൊണ്ട് വെച്ച് കൊടുത്തിരിക്കുക. അവൻ കുഞ്ഞുനാളിൽ അങ്ങനെ ഉണ്ടായതുകൊണ്ട് ഇവനിപ്പോൾ ഇങ്ങനെയാണ് പെരുമാറുന്നത്. ഒന്നുമല്ല, അവിടെ പ്രവർത്തിക്കുന്നതും ഇതേ സ്പിരിറ്റാണ്. ഈ സ്പിരിറ്റ് ഈ മക്കളിലേക്ക് കയറിയിരിക്കുന്ന ഈ സ്പിരിറ്റ് മൂലം ഇവർക്ക് മാതാപിതാക്കളിൽ അമ്മമാരെ കണ്ടുടാം. അമ്മമാരോട് വളരെ മോശം വാക്കുകൾ അവർ ഉപയോഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരമ്മയോട് ഒരു മകൻ സംസാരിക്കുന്നത് എൻ്റെ മുന്നിൽ വെച്ചിട്ട്, ഇവനെ ധ്യാനത്തിന് കൊണ്ടുവന്നതിന് എൻ്റെ മുന്നിൽ വെച്ച് സംസാരിച്ച് ഞാൻ കേട്ടതാണ്. അത്രയും മോശമായിട്ട്. അതങ്ങനത്തെ ഒരു അരൂപിയാണ്. അപ്പം ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചു, എടാ ഇതിൽ എന്താ ഉള്ളത്, ഇതിൽ ഇത്രയല്ലേ ഉള്ളൂ? അപ്പോൾ അവൻ പറയാം, ബ്രദറെ ഇത് ഡെലീഷ്യസാണ്. അവൻ പറഞ്ഞ വേർഡാ അത്, ഡെലീഷ്യസ് ആയത്. ഇത്രയും ടേസ്റ്റായിട്ട് മറ്റൊന്നുമില്ല എന്നാ പറഞ്ഞത്. എന്നിട്ട് അവൻ പറയാ,
ഒരു തവണ ഇത് ഡ്രഗ് എടുത്താൽ 15 മിനിറ്റത്തേക്ക് ഇതിനൊരു ഇതുള്ളൂ, ലെങ്ത് ഉള്ളൂ. 15 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എടുക്കാനായിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ട് ഇങ്ങനെ നിൽക്കുമെന്ന്. 15 മിനിറ്റ് കഴിയുമ്പോൾ 15 മിനിറ്റ് കഴിയുമ്പോൾ അടുത്തത് എടുക്കാൻ തയ്യാറായിട്ട് ആരെ വേണമെങ്കിലും കൊല്ലും, എന്തും ചെയ്യും. അരൂപിയ ഇത് ഇന്ന് സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുക. കേരളം എന്ന് പറയുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. നമ്മുടെ മക്കളെ ഇതിപ്പോൾ ഇങ്ങനെ ഒരു കൾച്ചർ, ഒരു ന്യൂജൻ കൾച്ചർ അവർ ഫോം ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ ഇടയിൽ തന്നെ ഈ ഒരു കൾച്ചർ അവർ ഫോം ചെയ്തുകൊണ്ടിരിക്കുക. അവർ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നേഷനുണ്ട് അവരുടെ ഉള്ളിൽ തന്നെ. ഇങ്ങനെയാണിത്, ഇതിങ്ങനെയുള്ളവരുടെ ഒരു ഗണമാണ്, അവരെന്തോ ഒരു വലിയ സംഭവമാണ് എന്നുള്ള രീതിയിൽ ഇതിനെ ഇങ്ങനെ വാർത്തെടുത്തുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇതിന് കാരണവും മാതാപിതാക്കളിൽ നിന്നൊരു വിഹിതം മക്കളിലേക്ക് പോയിട്ടുണ്ട്. എല്ലാം മക്കളുടെ തലയിൽ നമ്മൾ വെച്ചു കൊടുക്കാൻ പറ്റില്ല. മാതാപിതാക്കളിൽ നിന്നൊരു വിഹിതവും ഇതിന് പുറകിലൊരു കാരണമായിട്ട് പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്. മക്കളെ കാണുന്ന സമയത്തല്ല, എത്ര കുട്ടികളെ കൊണ്ടുവരുന്നതാ, അതിലെല്ലാത്തിലും ഈ ഒരു വിഹിതം, അമ്മയിൽ നിന്ന് അപ്പനിൽ നിന്നൊരു വിഹിതം മക്കളിലേക്ക് പോയിട്ടുണ്ട്. എന്തിൻ്റെ പേര് പറഞ്ഞാലും പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ഒരു അന്തരീക്ഷത്തിൽ അറ്റ്മോസ്ഫിയറിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ മക്കളിൽ ഇത്തരത്തിൽ ഉള്ള ഒരു അരൂപിയുടെ പ്രവർത്തനമുണ്ടെങ്കിൽ ഇത് ആന്തരിക മുറിവിൻ്റെ ഫലമാണെന്ന് പറഞ്ഞിരിക്കരുത്. മറിച്ച് ഇതിന് പുറകിലുള്ള എപ്പോൾ എത്ര വർഷം മുൻപ് ഇതിങ്ങനെ സംഭവിച്ചു, ഇതിങ്ങനെ വന്നു എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ സ്റ്റഡി ചെയ്യണം. ഈ കൂട്ടത്തിലുള്ള മക്കൾ മിക്കവാറും കറുപ്പ് ഇഷ്ടപ്പെടും. കറുപ്പിനോടായിരിക്കും ഒരു താല്പര്യം. എന്ത് ഡ്രസ്സ് എടുത്താലും അതിൽ കറുപ്പുണ്ടാകണം, അങ്ങനെ ഉണ്ടോ? പിന്നെ ഇത് എന്താ പറയുക, ഇവരുടെ നമ്മൾ ഫോണിൽ യൂസ് ചെയ്യുന്ന പല ഇമോജികളുണ്ട്. ഈ ഇമോജീസ് എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ഒറ്റ വാക്കിൽ നമുക്കൊരു മറുപടി പറയാമെങ്കിൽ നമ്മൾ ഇമോജിയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അത് ഗ്രൂപ്പിലേക്കാണെങ്കിലും പേഴ്സണൽ ചാറ്റിങ്ങിലാണെങ്കിലും നമ്മളൊരു ഇമോജി പോസ്റ്റ് ചെയ്യും. ഈ ഇമോജിയിൽ ഒരു 80% ആൻറ്റി ക്രൈസ്റ്റ് ഫോം ചെയ്തിരിക്കുന്ന ഇമോജീസ് ഉണ്ട്. അത് ഈ കുട്ടികൾക്ക് അറിയാം, അവരത് തന്നെ യൂസ് ചെയ്യത്തുള്ളൂ. ഈ ഒരു സ്പിരിറ്റിൻ്റെ പ്രത്യേകതയാണ്. അങ്ങനെ ഒരു വശം ഇതിന് പുറകിലുണ്ട്. ഇവർ സെർച്ച് ചെയ്യുന്ന എന്താ പറയുക, ഇവർ സെർച്ച് എഞ്ചിൻ നോക്കിയാൽ ഇവർ ഗൂഗിൾ സെർച്ച് ചെയ്യില്ല. ഇവർ സെർച്ച് ചെയ്യുന്ന ഡാർക്ക് വെബാണ്. ഇവർ സെർച്ച് ചെയ്യുന്ന എഞ്ചിൻ വ്യത്യാസമുണ്ട്. ഗൂഗിൾ എഞ്ചിനല്ല ഇവർ സെർച്ചിങ് പോണത്, അതിലും വ്യത്യാസമുണ്ട്. ഇതെല്ലാം നിങ്ങളെടുത്ത് നമ്മുടെ മക്കളുടെ ഫോൺ, മക്കളുടെ ഹിസ്റ്ററി എടുത്തൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാകും. ഇത് റൂട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് നിത്യനാശത്തിലേക്കുള്ളൊരു റൂട്ടിലേക്കാണ്. മാതാപിതാക്കളുടെ അറിഞ്ഞോ അറിയാതെയോ ഉള്ള ഒരു സപ്പോർട്ട് വഴി നമ്മുടെ മക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയുള്ള സപ്പോർട്ട് വഴി നമ്മുടെ മക്കൾ പോവുക. നമ്മളപ്പോഴും പറയും ആന്തരിക മുറിവാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെയൊന്നും ആന്തരിക സൗഖ്യത്തിൻ്റെ ആവശ്യമല്ല പ്രിയപ്പെട്ടവരെ അവർക്കുള്ളത്. കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കാൻ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കുക വേണ്ടത്. ഇതൊന്നും ആന്തരിക മുറിവോ ഒരു ഇന്നർ ഹീലിംഗ് കിട്ടേണ്ട മേഖലകളോ അല്ല. ഇവിടെ നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടത് കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കേണ്ടത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ മക്കൾക്ക് നമ്മളൊരു ബോധ്യം കൊടുത്തില്ലെങ്കിൽ നാളെ നമ്മുടെ മക്കൾ നമുക്ക് നഷ്ടപ്പെടും. പ്രിയപ്പെട്ടവരെ, അതാണ് കാലഘട്ടത്തിൻ്റെ അവസ്ഥ. ഒരു പെൺകുട്ടിയെ എൻ്റെ മുന്നിൽ കൊണ്ട് ഞാനത് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. നമ്മളിപ്പോഴും ഫോണിൻ്റെ ഉപയോഗത്തിലും ഫോൺ അഡിക്ഷൻ എന്നൊക്കെ പറഞ്ഞ് മാതാപിതാക്കൾ അവരുടേതായിട്ടുള്ള സുഖലോലുപതയിലും മദ്യാസക്തിയിലും ജീവിത വ്യഗ്രതയിലും ഒക്കെ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. മക്കൾക്ക് വേണ്ടി അധ്വാനിക്കാനായിട്ട്, മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കാനും, മക്കൾക്ക് 4 നേരം തീറ്റിപ്പോറ്റാനും മാതാപിതാക്കൾ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ മക്കളുടെ ആത്മീയ വിശപ്പറിയാൻ മാതാപിതാക്കൾ മറന്നു പോകുന്ന കാലഘട്ടമാണിത്. അവരുടെ ഭൗതികതയിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കൾ നെട്ടോട്ട് ഓടുമ്പോൾ ആത്മീയതയിൽ മക്കൾ എത്രത്തോളം പട്ടിണിയാണ്, പരിവട്ടത്തിലാണെന്നുള്ളത് മാതാപിതാക്കൾ അന്വേഷിക്കാതെ വരുമ്പോൾ മക്കൾ സ്വയം കണ്ടെത്തുന്ന വിഭവങ്ങളാണിതെല്ലാം. വിശപ്പ് കെടുത്താൻ നമ്മൾ ചിന്തിക്കും നമ്മുടെ മക്കൾ ഓക്കെയാണ്, കാരണം പെരുമാറ്റം നല്ലതാ, ഇവർ നന്നായിട്ട് അഭിനയിക്കും, ഇവർക്ക് അഭിനയിക്കാൻ അറിയാം, നിൽക്കാൻ അറിയാം, അവർക്ക് എങ്ങനെ നിൽക്കണമെന്ന് അവർക്ക് ഭംഗിയായിട്ട് അറിയാം. നമ്മൾക്കൊരു സംശയം തോന്നത്തില്ല, ആ രീതിയിൽ ഇവർ അഭിനയിക്കും. പ്രിയപ്പെട്ട ദൈവജനമേ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇതൊന്നും ആന്തരിക മുറിവല്ല. ഇതെല്ലാം ആന്തരിക മുറിവിൻ്റെ ലിസ്റ്റിൽ കൊണ്ടുപോയി വെക്കരുത്. ഇവിടെയെല്ലാം നമ്മളുടെ വിവേകമില്ലാത്ത അവസ്ഥയാണ് ഇതിനെല്ലാത്തിനും കാരണം. അവർ നമ്മളോട് ഓപ്പണാവാനൊരു അവസ്ഥ, ഒരു സാഹചര്യം നമ്മൾ ഒരുക്കാത്തതാണ് ഇതിന് കാരണം. ഈശോ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നത് ഇത്രയേ ഉള്ളൂ: നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഫരിസേൻ്റെ പ്രാർത്ഥനയല്ല, നിയമജ്ഞൻ്റെ പ്രാർത്ഥനയല്ല, ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയാണ്. നീതീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കല്ലേ.
ഞാൻ ഇത്രയും നാൾ ചെയ്തിട്ട് ഇങ്ങനെയാണല്ലോ, നീതീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥനകളിൽ വാചാലത കൂടുതലും പ്രാർത്ഥനയുടെ കണ്ടന്റ് കുറവുമാകരുത്. പ്രാർത്ഥനകളിൽ അപേക്ഷ കൂടുതലും കരുണയുടെ യാചിക്കൽ കുറവും ആകരുത്. പ്രാർത്ഥനകളിൽ മുന്തിയ പങ്കും നിൽക്കേണ്ടത് കരുണയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളായിരിക്കണം. അപേക്ഷകൾ അതിന് താഴെയേ വരാൻ പാടുള്ളൂ. ഇൻറ്റൻഷൻ അതിന് താഴെയും വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനകളിൽ ഏറ്റവും ശ്രേഷ്ഠം ആരാധന. ആരാധനയ്ക്ക് ശേഷം വരേണ്ടത് കരുണയുടെ പ്രാർത്ഥന. കരുണയുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം മാത്രമാണ് നിങ്ങളുടെ ആകുലതകൾ നിങ്ങൾക്ക് സമർപ്പിക്കാൻ പാടുള്ളൂ. ആകുലതകൾ സമർപ്പിച്ചതിന് ശേഷമാണ് നിയോഗങ്ങൾ പാടുള്ളൂ. നിയോഗങ്ങൾ സമർപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ആത്മാവിൻ്റെ അവസ്ഥകൾ സമർപ്പിച്ചിട്ടേ നിയോഗങ്ങളും സമർപ്പിക്കാൻ പാടുള്ളൂ. ഇത്തരത്തിൽ പ്രാർത്ഥനയുടെ ഘടന മാറുന്നുണ്ടോ? ഇതിൽ നിന്ന് പ്രാർത്ഥനയുടെ ഘടന മാറുന്നുണ്ടോ? ആരാധനയ്ക്ക് പകരം നമ്മളെ തന്നെ നീതീകരിച്ചുകൊണ്ടാണ് പ്രാർത്ഥനയിൽ, കർത്താവേ ഞാൻ ഇത്രയും നാൾ ഇങ്ങനെയാണല്ലോ, ഞാൻ അങ്ങനെയാണല്ലോ, ഈ ഒരു കെട്ട് വെച്ചിട്ടാണ് പ്രാർത്ഥന തുടങ്ങുന്നതെങ്കിൽ ദൈവത്തിന് മുകളിൽ പോകാനുള്ളൊരു ശ്രമമാണ് ആ വ്യക്തി നടത്തുന്നത്. അത് പ്രാർത്ഥനയായിട്ട് സ്വർഗം സ്വീകരിക്കത്തുമില്ല. ദൈവത്തിന് മുകളിൽ, സ്വർഗത്തിന് മുകളിൽ എത്തപ്പെടാനായിട്ടുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്, അറിഞ്ഞോ അറിയാതെയോ. ഇതാണ് ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയും ഫരിസേയൻ്റെ പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് നമ്മളുടെ പ്രാർത്ഥനയും പ്രിയപ്പെട്ട ദൈവജനമേ മറ്റ് വിജാതീയരുടെ പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം. ഇതുകൊണ്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ കരഞ്ഞ് നിലവിളിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പാപങ്ങൾ കണ്ണുനീരാക്കി മാറ്റിയിട്ടുണ്ടാകണം. നിയോഗങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ കണ്ണുനീരൊഴുക്കരുത്. ഈശോ അത് സ്വീകരിക്കുകയില്ല. പാപങ്ങളെ പ്രതി ദൈവത്തിൻ്റെ മുമ്പിൽ കണ്ണുനീരൊഴുക്കിക്കോ, സ്വർഗം അത് സ്വീകരിക്കും. കാരണം നിൻ്റെ പാപങ്ങൾ ദൈവം അറിയാതെ നീ ചെയ്തതും നിൻ്റെ നിയോഗങ്ങൾ ദൈവം അറിഞ്ഞുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ വന്നതുമാണ്. അതുകൊണ്ട് നിയോഗങ്ങളെ പ്രതി കണ്ണുനീരൊഴുക്കരുത്. പാപങ്ങളെ പ്രതി തന്നെ വേണം കണ്ണുനീരൊഴുക്കാൻ. ഈ കണ്ണുനീര് നമ്മളിലുള്ള ആന്തരിക മുറിവുകൾക്ക് ഒരു ഹീലിംഗ് തരുന്ന ഒരു ദിവ്യ ഔഷധമാണ് ഈ കണ്ണുനീര്. അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, നിയോഗങ്ങളെ പ്രതി നിങ്ങൾ കരയരുത്. നിയോഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒത്തിരി സഹിക്കരുത്. നിയോഗങ്ങൾക്ക് വേണ്ടി ഒത്തിരി നേർച്ച നേരരുത്. നിയോഗങ്ങൾക്ക് വേണ്ടി ഒത്തിരി ഉപവസിക്കരുത്. മറിച്ച് നിങ്ങൾ ഉപവസിക്കേണ്ടതും കണ്ണുനീരൊഴുക്കേണ്ടതും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതും ത്യാഗമെടുക്കേണ്ടതെല്ലാം നിങ്ങളുടെ പാപപരിഹാരത്തിന് വേണ്ടിയിട്ടും കർത്താവിൻ്റെ കരുണയെ സ്വീകരിക്കാനായിട്ടുള്ള ഒരുക്കത്തിന് വേണ്ടിയിട്ടുമായിരിക്കണം നമ്മുടെ ഉപവാസങ്ങളും പ്രാർത്ഥനകളും പരിത്യാഗങ്ങളും ദാനധർമ്മങ്ങളും എല്ലാം നമ്മൾ ദൈവത്തിന് സമർപ്പിക്കേണ്ടത് കർത്താവിൻ്റെ കരുണയ്ക്കുള്ള തടസ്സത്തെ മാറ്റാനായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ നിന്ന് നമ്മളിലേക്ക് പുറപ്പെടുന്ന കരുണയ്ക്ക് തടസ്സം വരാറുണ്ട്. കരുണ എന്ന് പറയുന്നത് അളവുകളില്ലാത്ത സ്നേഹമാണെങ്കിൽ അതിനും തടസ്സം വരുത്തുന്ന ചില ഘടകങ്ങൾ നമ്മളിൽ തന്നെയുണ്ട്. അതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. അപ്പം അതുകൊണ്ട് ആ തടസ്സത്തെ മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കണം നിങ്ങളുടെ ഭക്ത അഭ്യാസങ്ങളെല്ലാം നിങ്ങൾ കാണിക്കേണ്ടത്. ആ തടസ്സത്തെ, കരുണയുടെ തടസ്സത്തെ മാറ്റാനാണ്. കരുണയുടെ തടസ്സം മാറിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ പിന്നീട് അങ്ങോട്ട് ആരാധനകൾ, നിലയ്ക്കാത്ത ആരാധനകൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങളുടെ അധരത്തിൽ നിന്ന് നിങ്ങൾ പോലും അറിയാതെ ഓട്ടോമാറ്റിക്കലി ആരാധനകൾ, പ്രാർത്ഥനകൾ ആരാധനകളായിട്ട് ദൈവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒത്തിരി എഫേർട്ട് എടുക്കേണ്ട ആവശ്യം വരില്ല. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, സ്വർഗം അത് ആരാധനയായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ പറയട്ടെ, നമ്മളിലുള്ള ആന്തരിക മുറിവുകളെല്ലാം ആന്തരിക മുറിവുകളാണെന്ന് വിചാരിക്കരുത്. തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ പലപ്പോഴും പലതിലും. ഇത് ആന്തരിക മുറിവാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ ചില പാപങ്ങളിൽ നമ്മൾ തുടരാൻ സാത്താൻ ഒരു കെണി നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഒരു ആന്തരിക മുറിവുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പാപത്തിൽ തന്നെ പിന്മാറാതെ നിൽക്കുന്നത് എന്നും പറയരുത്. അത് സാത്താൻ്റെ കെണിയാണ്. ആന്തരിക മുറിവ് മൂലമാണ് പാപമെന്ന് മനസ്സിലാക്കിയാൽ ആ വ്യക്തി ബോധപൂർവം ആ പാപം ചെയ്യാതിരിക്കാൻ ഒരു ശ്രമമെങ്കിലും നടത്തും. നേരെ മറിച്ച് ആ പാപത്തിൽ നിലനിൽക്കുകയും അതിൻ്റെ ഉത്തരവാദിത്വം ആന്തരിക മുറിവിൻ്റെ തലയിൽ വെച്ചു കൊടുക്കുകയും ചെയ്യുന്നത് ദൈവീകമല്ല, പൈശാചികമാണ്. അവൻ നിങ്ങളെ നിത്യം ആ പാപത്തിന് അടിമകളാക്കുന്ന പ്രവൃത്തിയാണ് അവിടെ ചെയ്യുന്നത്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ യാചനകളായും നിങ്ങളുടെ യാചനകൾ ആരാധനകളായും നിങ്ങളുടെ ആരാധനകളിൽ കണ്ണുനീരും ഉണ്ടാവണം. നിങ്ങളുടെ പ്രാർത്ഥനകൾ യാചനകളായും നിങ്ങളുടെ യാചനകൾ ആരാധനകളായും നിങ്ങളുടെ ആരാധനകളിൽ കണ്ണുനീരിൻ്റെ അംശം കലർന്ന
ആരാധനകളുമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലെത്തണം. അവിടെ ഉള്ള അംശത്തിൻ്റെ പ്രത്യേകതയാണ് ഈ പറഞ്ഞതുപോലെ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയിലുള്ള ആ ഒരു എളിമയുടെ അയോഗ്യതയുടെ അംശത്തെ കർത്താവ് യോഗ്യതയുള്ളതാക്കി അഭിഷേകമാക്കി നിങ്ങളിൽ തന്നെ അവൻ നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരും. ആമേൻ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ, പ്രത്യാശയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.